പാലക്കാട് പ്രചാരണം തീരാൻ മണിക്കൂറുകൾ മാത്രം. വ്യാജ വോട്ട് പരാതി കളക്ടർക്ക് നൽകാൻ പ്രകടനമായി എത്തി LDF. പിണക്കം പറഞ്ഞു തീർത്ത് കെ മുരളീധരനും സന്ദീപ് വാര്യരും. BJP കൌൺസിലർമാരെ വിലക്കെടുക്കാനുള്ള കോൺഗ്രസ് നീക്കം പൊളിച്ചെന്ന് BJP. കൌൺസിലർമാരെ അണിനിരത്തി പ്രകടനം. ഞങ്ങള് മതപണ്ഡിതന്മാർ എന്നുള്ള രൂപത്തിൽ തന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ അതിലുള്ള ഒരാൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വ പദവി ഏറ്റെടുത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി ഒരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ അഭിപ്രായത്തെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ടാണ് നേരിടുക. പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരെ വിമർശനം തുടർന്ന് CPM. മതപണ്ഡിതൻ രാഷ്ട്രീയ നേതാവായാൽ വിമർശിക്കേണ്ടി വരുമെന്ന് AK ബാലൻ. മുഖ്യമന്ത്രിയെ പിന്തുണച്ച് BJP. പാണക്കാട് തങ്ങൾ വിമർശനത്തിന് അതീതനല്ലെന്ന് K സുരേന്ദ്രൻ. പാണക്കാട് തങ്ങളെ പിണറായി അളക്കേണ്ടെന്ന് ലീഗ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിരോധത്തിലാക്കി വ്യാജ ID കാർഡ് അന്വേഷണത്തിൽ നിർണായക വിവരങ്ങൾ. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ID കാർഡുകൾ ഉണ്ടാക്കിയതിന് തെളിവുമായി ക്രൈംബ്രാഞ്ച്. തെളിവ് കിട്ടിയത് പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പിൽ. യൂത്ത് കോൺഗ്രസ് വെബ്സൈറ്റ് തയ്യാറാക്കിയ അഭിജിത് സിംഗിന് വാറന്റ്. മണിപ്പൂരിലെ സംഘർഷം തീർക്കാൻ വീണ്ടും ഉന്നതതല യോഗം വിളിച്ച് കേന്ദ്ര സർക്കാർ. അമിത്ഷാ വിളിച്ച യോഗത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ. ആലപ്പുഴയിലെ കുറുവ സംഘത്തിലെ രണ്ടാമനെ കുറിച്ച് സൂചന കിട്ടിയെന്ന് പോലീസ്. സന്തോഷ് സെൽവത്തിനൊപ്പം പിടികൂടിയ മണികണ്ഠൻ സംഘത്തിലില്ലെന്നുറപ്പിച്ചു. വടക്കൻ പറവൂരിലെത്തിയ മോഷ്ടാക്കളെ കണ്ടെത്താൻ പ്രത്യേക സംഘം. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ ആത്മഹത്യയിൽ പ്രിൻസിപ്പലിന്റെയും അധ്യാപകരുടെയും മൊഴിയെടുത്ത് പോലീസ്. കുട്ടികൾ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർത്തതാണെന്ന് ക്ലാസ് ടീച്ചറുടെ മൊഴി. 3 കുട്ടികൾക്ക് മെമ്മോ നൽകിയിരുന്നുവെന്ന് പ്രിൻസിപ്പൽ. ബാംഗ്ലൂരിലെ സ്വിമ്മിംഗ് പൂളിൽ 3 വിദ്യാർത്ഥിനികൾ മുങ്ങി മരിച്ചതിൽ റിസോർട്ട് ഉടമ അറസ്റ്റിൽ. റിസോർട്ടിന്റെ ലൈസൻസും ടൂറിസം പെർമിറ്റും റദ്ദാക്കി. ഒക്ടോബറിലെ ശമ്പളം കിട്ടിയില്ല. CMD ഓഫീസ് ഉപരോധിച്ച് ജീവനക്കാർ. ശമ്പളം കിട്ടും വരെ സമരം തുടരുമെന്ന് TDF. കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിന് വേണ്ടി ഈ നവംബർ 6-ാം തീയതി മുതൽ തുടങ്ങിയ സമരമാണ് ഇന്ന് ഞങ്ങളിപ്പോൾ ചീഫ് ഓഫീസിൽ ഉപരോധ സമരത്തിലേക്ക് വന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ ഉപരോധം നടത്തിയപ്പോൾ ശനിയാഴ്ച ശമ്പളം തരാമെന്ന് പറഞ്ഞു. ഇന്ന് 18-ാം തീയതി ആയിട്ട് പോലും ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ല. പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ ഇനി ഏതാനും മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. വൈകിട്ട് 6 മണിക്കാണ് പ്രചാരണം അവസാനിക്കുന്നത്. അവസാന ലാപ്പിൽ 3 മുന്നണികളും വാശിയേറിയ പ്രചാരണത്തിലാണ് ഇപ്പോൾ പാലക്കാട്. നിരവധി നേതാക്കളാണ് പാലക്കാട് ക്യാമ്പ് ചെയ്ത് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത്. അവസാന ലാപ്പിൽ ഇപ്പോൾ കളം നിറയുന്നത് പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ വിമർശനമാണ്. ഇതേ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങളാണ് ഇന്ന് ഉയർന്നു കേട്ടത്. ഈ വിഷയം ആയുധമാക്കുകയാണ് UDF ഇപ്പോൾ പാലക്കാട് മണ്ഡലത്ത്. പാണക്കാട് തങ്ങളെ അളക്കുവാൻ മുഖ്യമന്ത്രി നിൽക്കേണ്ട എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ UDF ഉന്നയിക്കുന്നത്. ലീഗ് ദിനപത്രമായ ചന്ദ്രികയിൽ ഇക്കാര്യം ഇന്ന് ലേഖനമായി വരികയും ചെയ്തു. മുഖ്യമന്ത്രി തങ്ങളെ അളക്കേണ്ട, പിണറായി വിജയൻ തങ്ങളെ അളക്കേണ്ട എന്നാണ് ലീഗ് മുഖപത്രത്തിൽ ഇന്ന് ലേഖനം വന്നത്. ഈ വിഷയത്തിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ്, പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് സംഘി മനസ്സാണ് എന്നാണ് ലീഗ് നേതാക്കളുടെ വിമർശനം. അതേസമയം K സുരേന്ദ്രൻ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായ നിലപാടാണ് എടുത്തത്. പാണക്കാട് തങ്ങൾ വിമർശനത്തിന് അതീതനല്ല എന്നായിരുന്നു സുരേന്ദ്രൻ പറഞ്ഞത്. ഇതേക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് ആദ്യം കാണാം. ഒരു തരത്തിലൊരു ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല എന്ന് ഞങ്ങളെ എല്ലാവരെയും വിളിച്ച് നിരന്തരമായി പറയുകയും എല്ലാവർക്കും വഴികാട്ടിയായി നിൽക്കുകയും ചെയ്യുന്ന ഒരാളെ, കാർക്കശ്യം നിറഞ്ഞ മതേതര നിലപാടെടുത്ത ഒരു വ്യക്തിയെയാണ് മുഖ്യമന്ത്രി അധിക്ഷേപിച്ചത്. പാണക്കാട് തങ്ങളെ പിണറായി അളക്കേണ്ടെന്നാണ് ചന്ദ്രികയിലെ മുഖപ്രസംഗം. സന്ദീപ് വാര്യർ കൊടപ്പനക്കിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി അസ്വസ്ഥനാകുന്നത് സംഘപരിവാർ ബാന്ധവത്തിന്റെ അനുരണനമാണ്. ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തി 3ാമതും ഭരണത്തിലെത്തുക അസാധ്യമെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് പിണറായിയുടെ U-ടേൺ എന്നാണ് KNA ഖാദറിന്റെ ലേഖനം. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സംഘിപ്പനി ബാധിച്ചിരിക്കുന്നു എന്നാണ്
ഇതിലൂടെ വ്യക്തമായിട്ടുള്ളത്. ഈ സംഘിപ്പനിക്കുള്ള വാക്സിനേഷന്റെ ആദ്യ ഡോസ് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ 20-ാം തീയതി ഇവിടെയുള്ള വോട്ടർമാർ നൽകും. ഇന്നലെ മുഖ്യമന്ത്രിക്കെതിരെ KM ഷാജി നടത്തിയ പ്രസംഗത്തിലൂന്നിയാണ് CPM നേതാക്കളുടെ പ്രത്യാക്രമണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ വക്രീകരിച്ച് വർഗീയത ചുമത്തുന്ന, വർഗീയത വമിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഷാജിയുടെ അഭിപ്രായത്തെ ഒരു വിലയും ഈ പൊതുസമൂഹം കണക്കാക്കില്ല. ഞങ്ങള് മതപണ്ഡിതന്മാർ എന്നുള്ള രൂപത്തിൽ തന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ അതിലുള്ള ഒരാൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വ പദവി ഏറ്റെടുത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി ഒരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ അഭിപ്രായത്തെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ടാണ് നേരിടുക. കൃത്യതയോടെ പറഞ്ഞു വെച്ചത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ്. അതുപോലൊന്നുമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും ആശയ തടങ്കലിലാണ് മുസ്ലിം ലീഗ് എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. അത് ഞങ്ങൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. സന്ദീപ് വാര്യർ പാണക്കാട് തങ്ങളെ പോയി കണ്ടതാണ് ഈ വിമർശനത്തിലേക്ക് മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നെത്തിച്ചത്. അതിനുശേഷം വിവിധ നേതാക്കൾ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. BJPയും ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. K. സുരേന്ദ്രൻ പക്ഷേ മുഖ്യമന്ത്രിയെ അനുകൂലിച്ചാണ് സംസാരിച്ചത്. പാണക്കാട് തങ്ങൾ വിമർശനത്തിന് അതീതനല്ല എന്നായിരുന്നു K. സുരേന്ദ്രന്റെ പ്രതികരണം. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ ചേരുന്ന ഒരു പ്രാദേശിക നേതാവിന് പോലും പാണക്കാട് തങ്ങളെ പോയി കണ്ട് അനുഗ്രഹം വാങ്ങേണ്ട ഗതികേടാണെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കോൺഗ്രസിൽ ചേരുന്ന ഒരു പ്രാദേശിക നേതാവ് പോലും പാണക്കാട് തങ്ങളെ കണ്ട് അനുഗ്രഹം വാങ്ങണം എന്നുള്ള നിലയിലേക്ക് നമ്മുടെ നാട് വന്നിരിക്കുകയാണ്. പാണക്കാട് തങ്ങളെ പോയി കാണുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കോൺഗ്രസിൽ ചേരുന്ന ഒരു സാധാരണ പ്രാദേശിക നേതാവിന് പോലും UDFന്റെ പ്രവർത്തകനായിട്ട് തുടരണമെങ്കിൽ പാണക്കാട് തങ്ങളെ കണ്ട് ആശീർവാദം വാങ്ങണം എന്നുള്ള നില എങ്ങനെ ഉണ്ടായി? മതസാമുദായിക നേതാക്കളെ കാണുന്നതാണ് പ്രശ്നമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നേതാക്കളൊന്നും മറ്റ് മതസാമുദായിക നേതാക്കളെ ഒന്നും പോയി കണ്ട് അനുഗ്രഹം തേടാത്തത്? കേരളത്തിൽ പാണക്കാട് തങ്ങൾ മാത്രമാണോ ആധ്യാത്മിക ആചാര്യനായിട്ടുള്ളത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ ചേരുന്ന നേതാക്കളൊന്നും തട്ടിൽ പിതാവിനെ പോയി കാണാത്തത്? ക്ലീമിസ് ബാവയെ പോയി കാണാത്തത്? മറ്റ് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ ഒന്നും പോയി കണ്ട് അനുഗ്രഹം തേടുന്നില്ലല്ലോ. ഈ VD സതീശനും സംഘവും കേരളത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത്? പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്ന് ഭീകരവാദികളുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന VD സതീശനും സംഘവും എന്തുകൊണ്ടാണ് മറ്റ് സമുദായ നേതാക്കളെ ഒന്നും കണ്ട് അവരൊന്നും ഞങ്ങളെ വോട്ട് ബാങ്കിനെ ബാധിക്കുന്നവരല്ലേ? കോൺഗ്രസിനെ ഒരു കൂട്ടർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. പാലക്കാട്ടെ കോൺഗ്രസ് ഒരു കാലത്ത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കോൺഗ്രസ് ആയിരുന്നു. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഒരു വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന പാർട്ടിയായി അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. സമ്മർദ്ദ ശക്തികൾക്ക് കോൺഗ്രസ് വഴിപ്പെടുകയാണ്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരും കാല കോൺഗ്രസിൽ ചേരുന്ന ഒരു പ്രാദേശിക നേതാവിന് പോലും പാണക്കാട് തങ്ങളെ പോയി കണ്ട് അനുഗ്രഹം വാങ്ങേണ്ട ഗതികേടാണ് ഉള്ളതെന്നും BJP ആരോപണം ഉന്നയിക്കുകയാണ്. ഈ വിഷയം ഇപ്പോൾ അവസാന മണിക്കൂറിൽ സജീവ ചർച്ചാ വിഷയമാവുകയാണ്. പാലക്കാട് പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിവരം കൂടി പുറത്തുവരികയാണ്. വ്യാജ ID കാർഡ് കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ നിർണായകമായ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നു. പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പിലാണ്
കുറേയേറെ വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് കിട്ടിയിരിക്കുന്നത്. വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി എത്തുവാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞത് എന്നതിലേക്ക് വെളിച്ചം വീശുന്ന വിവരങ്ങളാണ് ക്രൈംബ്രാഞ്ചിന് കിട്ടിയിരിക്കുന്നത്. അന്വേഷണ സംഘത്തിന് വിശദാംശങ്ങൾ നൽകാത്തതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസിന്റെ വെബ്സൈറ്റ് തയ്യാറാക്കിയ അഭിജിത് സിംഗിന് ക്രൈംബ്രാഞ്ച് വാറണ്ട് അയച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഡാൻ, വളരെ നിർണായകമാണല്ലോ ഈ വിവരങ്ങൾ. നേരത്തെ ആരോപണമായി ഉയർന്നു വന്ന കാര്യങ്ങൾ, അതായത് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് വിവരങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയും പിന്നീട് വ്യാജ ID കാർഡ് ഉണ്ടാക്കി പ്രവർത്തകരെ ചേർക്കുകയും ചെയ്തു, അങ്ങനെ വിജയിച്ചു. ഇതിന് വെളിച്ചം വീശുന്ന എന്തെല്ലാം തെളിവുകൾ ഇപ്പോൾ പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടുണ്ട്? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന ആരോപണം മാസങ്ങൾക്ക് മുമ്പ് തന്നെ വലിയ വിവാദമായി മാറിയതാണ്. പക്ഷേ അതിൻ്റെ അന്വേഷണത്തിൽ മെല്ലെപ്പോക്കാണ് എന്ന തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ പരസ്പരം പഴിചാരലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് നിർണായകമായ ഒരു കണ്ടെത്തൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് 4 പേരെയായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിലെ മ്യൂസിയം പോലീസ് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചറിയുന്ന സാഹചര്യങ്ങളൊക്കെ അന്ന് ഉണ്ടായതാണ്. അന്ന് അറസ്റ്റ് ചെയ്ത 4 പേരുടെ പക്കൽ നിന്ന് അവരുടെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുത്തിരുന്നു. ഈ ലാപ്ടോപ്പ് ഫോറൻസിക് ലാബിൽ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിലൂടെയാണ് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നീക്കം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യാജ ID ഉണ്ടാക്കിയാണ് ഈ വിജയം കൈവരിച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് ഏതാണ്ട് 67,158 അപേക്ഷകരെ ഈ തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് ശേഷം ഇതിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് മാത്രം 27 പേരുടെ വ്യാജ കാർഡുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കാണക്കാരി പഞ്ചായത്തിലും മലപ്പുറത്തുമാണ് സമാനമായ തരത്തിൽ കൂടുതൽ വ്യാജ കാർഡുകൾ ഉണ്ടാക്കിയത് എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ക്രൈംബ്രാഞ്ചിൻ്റെ സെൻട്രൽ യൂണിറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ രജിസ്റ്റർ ചെയ്ത 4 കേസുകൾ തുടരന്വേഷണം നടത്തുന്നതിന് വേണ്ടി ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രധാനമായി ഇതിൽ എടുത്തു പറയുന്ന കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഈ തിരിച്ചറിയൽ കാർഡുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തു. തുടർന്ന് അതേ ലാപ്ടോപ്പിൽ തന്നെ ഇവ പേരും ഫോട്ടോയും മാറ്റി യൂത്ത് കോൺഗ്രസിൻ്റെ കാർഡുകൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിലേക്ക് അവ അപ്ലോഡ് ചെയ്തു. ആ വെബ്സൈറ്റിലാണ് ഈ ക്രമക്കേട് നടത്തിക്കൊണ്ട് ഇത് വ്യാജ വോട്ടാക്കി മാറ്റുന്ന തരത്തിൽ ഉപയോഗിച്ചത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനുശേഷം വളരെ വിദഗ്ധമായി 67,158 പേര് ഇങ്ങനെ വ്യാജമായി ചേർത്ത 67,158 പേരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയതായും ഈ ഡിജിറ്റൽ തെളിവുകളായി, ശാസ്ത്രീയ തെളിവുകളായി ഈ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പക്ഷേ ഇതിലൊരു ആരോപണം ഉയർന്നു വന്നിരുന്നുവല്ലോ ഡാൻ, അത് തന്നെയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും പ്രതിരോധം. 1 വർഷമായി ഈ കേസിലെ അന്വേഷണം നടക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ടും ഈ ഫോറൻസിക് പരിശോധന റിപ്പോർട്ട് ഇപ്പോഴാണോ വരുന്നത്? തെരഞ്ഞെടുപ്പ് പ്രചാരണം തീരുന്ന അതേ ദിവസം ഈ വിവരങ്ങൾ പുറത്തു വരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പ്രതിരോധത്തിലാണെങ്കിലും ആരോപണമായിട്ട് തിരിച്ചുന്നയിക്കുവാൻ മാങ്കൂട്ടത്തിലിനെ സഹായിക്കുന്നതല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാകും. ഇതിനോടകം തന്നെ അത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിൽ സർക്കാർ എടുത്തിരിക്കുന്ന ഒരു കാര്യം, അന്വേഷണം നടത്തുന്നത് ക്രൈംബ്രാഞ്ച് സംഘമാണ്. ക്രൈംബ്രാഞ്ച് സംഘത്തിന് തെരഞ്ഞെടുപ്പുമായോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റ് നടപടികളുമായോ ഒന്നും ബന്ധമില്ല. അന്വേഷണത്തിൻ്റെ വഴിക്ക് നടക്കുന്നു. അതിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വരുന്നു. ആ ഒരു നിലപാട് മാത്രമായിരിക്കും സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും ഈ വിഷയത്തിൽ സ്വീകരിക്കുക. പക്ഷേ UDF അതിനെ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കാൻ നോക്കും. സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണം അല്ലെങ്കിൽ ആരോപണങ്ങളുടെ പുകമറ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം സർക്കാർ പോലീസ് സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തീർക്കുകയാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളായിരിക്കാം UDFന്റെ ഭാഗത്തു നിന്ന്, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാൻ സാധ്യത. പക്ഷേ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഈ കേസിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഡിജിറ്റൽ തെളിവുകളാണ്. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകൾ, ഈ 4 പേരുടെ പക്കൽ നിന്ന് ആദ്യം പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകൾ ചണ്ഡീഗഡിലേക്ക് വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി അയക്കുകയും ചെയ്തിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് പിന്നിൽ രാഷ്ട്രീയമായ ചില ഗൂഢാലോചനകളുണ്ട് എന്ന തരത്തിലുള്ള പ്രതിരോധം തീർക്കാനുള്ള ശ്രമം UDFന്റെ ഭാഗത്തു നിന്നുണ്ടാകും. പക്ഷേ അതിനപ്പുറത്തേക്ക് നേരത്തെ തന്നെ ഉയർന്നു കേട്ട ആരോപണങ്ങൾ ആധികാരിക
ആധികാരികമാണ് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിക്കും UDF-നും വിവരങ്ങൾ നൽകിയത്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആകാൻ വ്യാജ ID കാർഡുകൾ നിർമ്മിച്ചു എന്ന കേസാണ് ഉണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കിട്ടിയിരിക്കുന്നത്. പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പിൽ നിന്നാണ് ഈ വിവരങ്ങൾ കിട്ടിയത്. അതേസമയം ഇക്കാര്യത്തിൽ ഏത് അന്വേഷണവും നടക്കട്ടെ എന്നും 12 മാസം എന്തുകൊണ്ടാണ് ഒരു നടപടിയും ഉണ്ടാകാതെ പോയതെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യൂസ് 18നോട് പറഞ്ഞത്. നാളെ വൈകിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ച വാർത്തയാണ് ഇന്ന് വന്നതെന്നും രാഹുൽ പരിഹസിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിങ്ങനെയാണോ നിൽക്കുന്നത്? 12 മാസമായി അവരോട് ഏത് അന്വേഷണം നടത്താനും പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനകത്ത് തർക്കമുള്ളത് ലാപ്ടോപ്പ് പിടിച്ചത് ലാപ്ടോപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയ തെളിവാണ്. സത്യത്തിൽ ഇത് നാളെ വൈകുന്നേരമാണ് ഈ വാർത്ത കൊടുക്കേണ്ടത് അല്ലേ? കാരണം തെരഞ്ഞെടുപ്പിന്റെ തലേദിവസമാണ് ഈ വാർത്ത കൊടുക്കേണ്ടത്. ഇന്ന് വന്നോ? നാളെ വൈകിട്ടാണ് സത്യത്തിൽ വാർത്ത വരേണ്ടത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് എന്ത് വേണമെങ്കിലും നടത്തിക്കോട്ടെ. 12 മാസമാണോ അപ്പം കേരള പോലീസിന് ഒരു ലാപ്ടോപ്പ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം 12 മാസമാണോ? വ്യാജ ID കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതി ചേർക്കണമെന്ന് BJPയുടെ ആവശ്യം. BJP നേതാവ് VV രാജേഷാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ID കാർഡിന്റെ ഗുണഭോക്താവായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് VV രാജേഷ് ആവശ്യപ്പെട്ടത്. എന്തായാലും ഈ വിഷയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിൽ പാലക്കാട് ചർച്ചയാവുകയാണ്. ഇപ്പോൾ കൊട്ടിക്കലാശം ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇപ്പോൾ തന്നെ കൊട്ടിക്കലാശത്തിന്റെ ഒരു പ്രതീതിയായിരിക്കുകയാണ് പാലക്കാട്. പ്രചാരണം പോലെ കൊട്ടിക്കലാശത്തിലും വീറും വാശിയും നിറയ്ക്കാൻ തയ്യാറെടുക്കുകയാണ് 3 മുന്നണികളും. കൊട്ടിക്കലാശത്തിന് മുന്നോടിയായുള്ള UDF-ന്റെ പ്രകടനം 2 മണിക്ക് ഒലവക്കോട് നിന്ന് തുടങ്ങി സ്റ്റേഡിയം റോഡിലെത്തി സമാപിക്കും. 2 മണിക്ക് മേലാമുറിയിൽ നിന്നാണ് NDAയുടെ പ്രകടനം തുടങ്ങുന്നത്. കൽമണ്ഡപം റോഡിൽ പ്രകടനം സമാപിക്കും. ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നാണ് ഇടതു മുന്നണിയുടെ കൊട്ടിക്കലാശ പ്രചാരണം തുടങ്ങുന്നത്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രകടനം സമാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരും അല്പസമയത്തിനുള്ളിൽ. പാലക്കാട് നിന്ന് കൊട്ടിക്കലാശത്തിന്റെ ഒരു ആവേശത്തിലേക്ക് തന്നെ ഇപ്പോൾ വന്നിരിക്കുകയാണ് പാലക്കാട്. 3 മുന്നണികളും പുതിയ പുതിയ വിഷയങ്ങൾ ഓരോ ദിവസവും കൊണ്ടുവരികയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക്. അവസാന ദിവസമായ ഇന്ന് പാണക്കാട് തങ്ങളെ മുഖ്യമന്ത്രി വിമർശിച്ചതുപോലെയുള്ള ആരോപണങ്ങളാണ് സജീവമായി ചർച്ചയായിരിക്കുന്നത്. ഒപ്പം ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ തെളിവുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വന്നിരിക്കുന്നതും ആയുധമാക്കുകയാണ് LDF-ഉം അതുപോലെ തന്നെ BJP-യും. എന്നാൽ ഇത് പ്രതീക്ഷിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധം തീർക്കുകയാണ് UDF ചെയ്യുന്നത്. എന്തായാലും അവസാന ദിവസവും എല്ലാ നേതാക്കളും എത്തിയിട്ടുണ്ട് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. പ്രമുഖരായ നേതാക്കളെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാലക്കാട് ക്യാമ്പ് ചെയ്യുകയാണ്. ചേലക്കര, വയനാട് എന്നീ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതിന് ശേഷം പാലക്കാട് ക്യാമ്പ് ചെയ്യുകയാണ് പ്രമുഖ നേതാക്കൾ. അവസാന ദിവസങ്ങളിലേക്ക് കടന്നപ്പോൾ സന്ദീപ് വാര്യരെ പാളയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് UDF നേട്ടമായി പറയുകയും അതേ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഇപ്പോഴും പ്രചാരണ രംഗത്ത് കൊഴുക്കുകയും ചെയ്യുന്ന ഒരവസരത്തിലാണ് ഇന്ന് കൊട്ടിക്കലാശം നടക്കാൻ പോകുന്നത്. രണ്ട് മണിയോടുകൂടി തന്നെ 3 മുന്നണികളുടെയും കൊട്ടിക്കലാശത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും, പ്രകടനങ്ങൾ തുടങ്ങും. VV അരുൺ ചേരുകയാണ്. അരുൺ, എന്തായാലും ചേലക്കരയിലും വയനാടും കണ്ടതിനേക്കാൾ വലിയൊരു കൊട്ടിക്കലാശമായിരിക്കുമല്ലോ ഇന്നുണ്ടാകാൻ പോകുന്നത് എന്ന കാര്യം ഉറപ്പാണല്ലോ. നേതാക്കളും പ്രമുഖരെല്ലാം എത്തിയിട്ടുണ്ട് പാലക്കാട്. എന്താണിപ്പോൾ അവസാന മണിക്കൂറിൽ കാണാൻ കഴിയുന്നത് പാലക്കാട്? ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ദിവസങ്ങളിലുണ്ടായ ആവേശം, വീറും വാശിയും അതെല്ലാം ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്ന ഒരു കൊട്ടിക്കലാശമാകും പാലക്കാട് ഉണ്ടാകാൻ പോകുന്നത്. 2 മണിയോടുകൂടി UDF-ന്റെ പ്രകടനം, ബൈക്ക് റാലിയാണ് അവർ ആദ്യം പ്ലാൻ ചെയ്യുന്ന. ഒലവക്കോട് നിന്ന് ബൈക്ക് റാലി ആരംഭിക്കും. അത് പിന്നീട് മുനിസിപ്പൽ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് സമീപം സമാപിക്കും. UDF BJP-യുടെ ആരംഭിക്കുന്നത് മേലാമുറിയിൽ നിന്നാണ്. അവരും വലിയ പ്രകടനമായി തന്നെയാകും ഈ കൊട്ടിക്കലാശ വേദിയിലേക്ക് എത്തുക. വിക്ടോറിയ കോളേജിന് സമീപത്തു നിന്നാണ് ഇടതുമുന്നണി, അവിടെ ഇൻഡോർ സ്റ്റേഡിയം സമീപത്തു നിന്നാണ് ഇടതുമുന്നണിയുടെ കൊട്ടിക്കലാശ പര്യടനം ആരംഭിക്കുന്നത്. അങ്ങനെ 3 മുന്നണികളും എല്ലാ തയ്യാറെടുപ്പുകളും പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ ചെറുതും വലുതുമായ പ്രകടനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അവയെല്ലാം ഈ സ്റ്റേഡിയം മൈതാനത്ത് സംഗമിക്കും. സ്റ്റേഡിയത്തിന് മുനിസിപ്പൽ സ്റ്റേഡിയം സമീപം സംഗമിക്കും. ആ രീതിയിലാകും കൊട്ടിക്കലാശത്തിനുള്ള ഒരുക്കങ്ങൾ, അവസാനവട്ട ഒരുക്കങ്ങൾ നടക്കുക. 6 മണിയോടുകൂടി എല്ലാ പരസ്യപ്രചരണവും അവസാനിപ്പിക്കും. അതിനുശേഷം നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ് വരാനിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോഴും ഏറ്റവും അവസാനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരെ ഉയർന്ന വ്യാജ തിരിച്ചറിയൽ ആരോപണത്തിലടക്കം പുതിയ വാർത്തകൾ പുറത്തുവരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുന്നു. അതും ഇതിനകം ചർച്ചയാക്കാൻ
BJPയും CPMും ഇടതുമുന്നണിയും തയ്യാറായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതികരിക്കണമെന്ന ആവശ്യം. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിന്റെ കാർഡുണ്ടാക്കിയതിന്റെ യഥാർത്ഥ ഗുണഭോക്താവ് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുലിനെ പ്രതികരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ BJP മുന്നോട്ട് വയ്ക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയും നാൾ കേസെടുത്തില്ല എന്ന ചോദ്യം CPMനെതിരെയും ഉയരുന്നുണ്ട്, മുഖ്യമന്ത്രിക്കെതിരെയും ഉയരുന്നുണ്ട്. പ്രതി ചേർത്തോട്ടെ, അന്വേഷിക്കട്ടെ എന്നാണ് രാഹുലിന്റെ മറുപടി. ഏതായാലും ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രചരണ രംഗത്ത് സജീവമായി തന്നെയുണ്ട്. ഇന്ന് രാവിലെ CPM ഇടതുമുന്നണി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഇരട്ട വോട്ട് വിഷയത്തിൽ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ആ മാർച്ച്. BJP ആകട്ടെ കൌൺസിലർമാരെ മുഴുവൻ 26 കൌൺസിലർമാരെയും നഗരസഭയിലെ 26 കൌൺസിലർമാരെ അണിനിർത്തിയാണ് നഗരത്തിൽ പ്രകടനം നടത്തിയത്. BJPയുടെ 6 കൌൺസിലർമാർ കോൺഗ്രസിലേക്ക് പോകുമെന്ന പ്രചരണത്തെ ചെറുക്കാനാണ് അത്തരമൊരു സമരത്തിലേക്ക് അവർ പോയത്. ഏതായാലും വിഷയങ്ങൾ മാറി മാറി വരുന്നു. ഇനിയുള്ള മണിക്കൂറുകളിലും രാഷ്ട്രീയ ബോംബുകൾ പൊട്ടുമെന്ന അഭ്യൂഹങ്ങൾ പാലക്കാട് ശക്തമാണ്. പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് പരസ്യപ്രചരണം പോകുന്നു. കൊട്ടിക്കലാശം അങ്ങേയറ്റം ആവേശഭരിതമാക്കാൻ എല്ലാ തയ്യാറെടുപ്പുകളും മുന്നണികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. മഞ്ജുഷ. ശരി, VV അരുണാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിലേക്ക് പാലക്കാട് മാറും. 2 മണിക്കാണ് വലിയ പ്രകടനങ്ങൾ തുടങ്ങുക. 3 സ്ഥാനാർത്ഥികളും ന്യൂസ് 18നോട് പ്രതികരിക്കുകയുണ്ടായി. മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. നേതാക്കൾ പാർട്ടിയിലേക്ക് വരുന്നത് ഓപ്പറേഷൻ ഹസ്ത എന്ന നിലയിലല്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ വീടുകൾ കയറിയുള്ള പ്രചാരണത്തിലാണ് ഉള്ളത്. ജൈനിമേഡിൽ നിന്നാണ് പ്രചരണം നടത്തുന്നത്. ഏറ്റവും അവസാന ദിവസം പരമാവധി വീടുകൾ കയറുക എന്നുള്ളതാണ് ഉച്ചയ്ക്ക് കൊട്ടിക്കലാശത്തിന് മുന്നിലുള്ള അദ്ദേഹത്തിന്റെ ലക്ഷ്യം. വീടുകൾക്കുള്ളിലേക്ക് കയറിപ്പോലും വോട്ടർമാരെ കണ്ടുകൊണ്ട് വോട്ട് തേടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ഓരോ മുന്നണികളും ഉള്ളത്. ഇന്നത്തെ ഒരു പ്രതീക്ഷ എങ്ങനെ എന്നൊക്കെയുള്ളത് നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. വീടിനുള്ളിലെത്തി ഓരോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2018 വെള്ളം കയറി. പിന്നുള്ള വർഷങ്ങളിൽ എത്ര വരെ വരും? പിന്നുള്ള വർഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2020 വെള്ളം ഫുള്ളായിരുന്നു. അകത്തേക്ക് വന്നില്ല, ആ ഉയരം വരെ വന്നു അല്ലേ? അപ്പൊ ഇതിന് ഉയരം കൂടുക വേണ്ടേ ഈ മതിലിന്റെ? ബണ്ട് വലുതാക്കുക വേണ്ട. ഈ സൈഡ് വെള്ളം നിന്നിട്ട് മനസ്സിലായി. അപ്പൊ ഞങ്ങൾ തൽക്കാലം വെള്ളം ഇങ്ങോട്ട് കയറണ്ട പറഞ്ഞിട്ട് വീട് പോകണ്ട പറഞ്ഞു. ഒരു പ്രാവശ്യം പോയതാണ്, ഞങ്ങൾക്ക് കണ്ടമായ നഷ്ടം വന്നതാണ്. അപ്പൊ ഇങ്ങോട്ട് കയറണ്ട പറഞ്ഞിട്ട് മതിലിങ്ങനെ കെട്ടിയാണ്. ബണ്ടിന്റെ ഒരു കാര്യമാണ് നമുക്ക് ആവശ്യമുള്ളത്. അറ്റം വരെ കെട്ടാണ്ട്. പക്ഷെ ഓരോരുത്തരുടെ വീട്ടിലെ ബാക്കിൽ അവരുടെ പണം ഉണ്ടായ കാരണം അവർ സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പൊതുവായിട്ടുള്ളൊരു സാധനം ജനകീയ പ്രശ്നങ്ങൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു രാഹുൽ ജയിക്കുമെന്ന് ഉറപ്പായതുകൊണ്ടാണോ ഇങ്ങനെ എല്ലാ വീടുകളിലും ഇതാണ് പറയുന്നത്? ഞാൻ തുടക്കം തൊട്ട് പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. കാരണം ഇപ്പൊ നിങ്ങള് ഇന്നിപ്പോ വന്നപ്പോ കണ്ടല്ലോ, ഓരോ മനുഷ്യന്മാരും അവരവരുടെ ജീവിത പ്രശ്നമാണ് പറയുന്നത്. അപ്പൊ അവിടെ ഒരു ചേച്ചി പറഞ്ഞത് അവർക്ക് വീടില്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ് പറഞ്ഞത്. അവിടെ വീട് കൊടുക്കാനായിട്ട് റെയിൽവേയുമായി ചേർന്ന് കിടക്കുന്ന ഭൂമിയാണ്. അപ്പോൾ വീട് നിർമ്മാണത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ വേറൊരു ചേച്ചി പറഞ്ഞ ലൈഫിൽ അപേക്ഷ കൊടുത്തിട്ട് ഇതുവരെ വരാത്തതിന്റെ പ്രശ്നമാണ്. വേറെ കുറച്ച് ആളുകൾ പറഞ്ഞത് വഴിയുടെ ഒരു പ്രശ്നം പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയുടെ റെയിൽവേയുടെ ഒരു പെർമിഷന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതിന്റെ പ്രശ്നമാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ വെള്ളം 2018 വെള്ളപ്പൊക്കത്തിൽ വീട്ടിൽ വെള്ളം കയറി. അപ്പൊ അതിന്റെ ഈ പിന്നെ ഇതിനോട് ചേർന്നിട്ടുള്ള മതില് ഉയർത്തണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഞാൻ തുടക്കം തൊട്ട് എന്റെ പ്രശ്നം ഇതാണ്. ഞാനല്ലാതെ മാധ്യമങ്ങളോട് എന്തെങ്കിലും അനിഷ്ടം കാണിക്കുന്നതല്ല. എന്റെ പ്രശ്നം നമ്മൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ വീണ്ടും വരെ കാണണമല്ലോ. അപ്പൊ അവർ സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ, നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തായി തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം ഇല്ലാണ്ടായി പോകും. അപ്പൊ നമുക്ക് വിവാദങ്ങൾക്ക് എല്ലാം സ്പേസ് കൊടുത്തു. ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ പറയുന്നത് രാഹുൽ ജയിക്കുമെന്ന് അവർക്കൊരു ഉറപ്പ് ഫീൽ ചെയ്യുന്നതുകൊണ്ട് കൂടിയാണ്. അങ്ങനെ ആയിരിക്കാം. അത് സ്വാഭാവികമായിട്ടും ഇവിടെ മതേതര മുന്നണി ജയിക്കും എന്നും UDFന്റെ ഒരു ഷുവർ സീറ്റ് ആണ് എന്നൊക്കെ അവർക്കൊരു ധാരണയുണ്ടല്ലോ. പിന്നെ അവർ വോട്ട് ചെയ്യാൻ പോകുന്നവരാണല്ലോ. അപ്പൊ അവരുടെ ആ ഒരു താല്പര്യമായിരിക്കാം. ഇന്നും ഇലക്ഷൻ ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടോ? കോൺഗ്രസ് വമ്പൻ ഓപ്പറേഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളങ്ങനെ ഇലക്ഷൻ ഓപ്പറേഷൻസ് ഒന്നുമില്ല. ഞങ്ങൾ പരമാവധി ജനങ്ങളെ കാണുക, ജനങ്ങളെ അഭിസംബോധന ചെയ്യുക എന്നതിനപ്പുറം മറ്റ് അങ്ങനെ ഞങ്ങൾക്ക് വളഞ്ഞ വഴികളില്ല. പിന്നെ ഞങ്ങൾ തുടക്കത്തിൽ ചിലരൊക്കെ വരും എന്ന് പറഞ്ഞിട്ടേ ഇന്നലെയും രാഹുൽ പറഞ്ഞിരുന്നു ഇനിയും ചിലർ വരുമെന്ന്. അങ്ങനെ ഉണ്ടോ? ഇന്നുണ്ടോ? അല്ല, അത് വരും എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ എന്താ പറയാ ഒരു ഞങ്ങളെന്തോ നടത്തുന്ന നാടകമല്ല. അതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ നിലപാടുകളോടും അടുപ്പുള്ള മറ്റു പാർട്ടിയിലെ ആളുകളുണ്ട്. കാരണം
ഈ പാലക്കാടിന്റെ പ്രത്യേകത ഹൈലി സെക്യുലർ ആണ്, വർഗീയതയ്ക്കെതിരായിട്ടുള്ള തുറന്ന നിലപാടെടുത്ത ട്രസ്സലാണ്. അപ്പൊ അതിനെ കളങ്കം വരുത്തുന്ന ശ്രമങ്ങൾ മറ്റു പാർട്ടികളിൽ നിന്നുണ്ടാകുമ്പോൾ ആ പാർട്ടിക്കകത്ത് തന്നെ ഫൈറ്റ് ഉണ്ടാകും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതൊരു ഇലക്ഷൻ ഓറിയന്റഡ് കാര്യമല്ല പറയുന്നത്. ചിലത് പൊളിഞ്ഞു എന്ന് സുരേന്ദ്രൻ ഇന്നലെ പറയുന്നുണ്ട്. ഓപ്പറേഷൻ ഹസ്ത 2.5 കോടി ചെലവാക്കി ഉന്നത നേതാക്കൾ 9 കൌൺസിലർ അത് പൊളിഞ്ഞെന്നൊക്കെ ഇന്നലെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഇലക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യമല്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ ഇന്നലെ പറയുമ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, ഇലക്ഷന് മുന്നേ ഇത്ര പേരെ എത്തിക്കാമെന്ന് പറയുന്ന ഓപ്പറേഷൻ ലോട്ടസ് പോൽ ഓപ്പറേഷൻ ഹസ്ത എന്നൊക്കെ പറയുന്നുണ്ട് കോൺഗ്രസ്സുകാർ തന്നെ. ഓപ്പറേഷൻ ഹസ്ത അങ്ങനല്ല, നമ്മൾ നിലപാടാണ്. ആ നിലപാടിന്റെ ഭാഗമായിട്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിക്കല്ലോ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം. എത്ര ഭൂരിപക്ഷം കിട്ടും അതോടെ ഞാൻ നമ്പർ പറയുന്നില്ല. എന്തായാലും ഇവരൊക്കെ തരുന്ന സ്നേഹത്തിന് ഒരു ആധികാരികത ഉണ്ടാകും. എന്തായാലും അതാണ് രാഹുലിന്റെ നിലപാട്. ഈ ഓപ്പറേഷൻ ഹസ്ത എന്നൊക്കെ പല കോൺഗ്രസ് നേതാക്കളും പറയുമ്പോൾ അങ്ങനെ ഒരു പേരിലല്ല എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. അത്തരം നീക്കങ്ങൾ തുടരുന്നതായും രാഹുൽ സൂചന നൽകുന്നുണ്ട്. പ്രജിത് കോങ്ങാടിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 പാലക്കാട്. ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരനും ന്യൂസ് 18നോട് സംസാരിക്കുകയുണ്ടായി. നേതാക്കളെ മുന്നണി മാറ്റി വോട്ട് മറിക്കാം എന്ന തന്ത്രം ഇത്തവണ പരാജയപ്പെടുമെന്നാണ് സരിൻ പറയുന്നത്. MLA വിരുദ്ധ വികാരവും പാലക്കാട് ശക്തമാണെന്നും സരിൻ പറയുന്നു. രാവിലെ കോട്ടമൈതാനത്ത് പി സരിൻ ഓട്ടത്തിലാണ്. സരിൻ ജി, എല്ലാം ജനങ്ങളോട് പറഞ്ഞോ? എല്ലാം പറഞ്ഞല്ലോ, എല്ലാ ജനങ്ങളോടും പറഞ്ഞു എന്നുള്ളതാണെങ്കിൽ ശരിയാണ്. വ്യക്തിപരമായിട്ട് ഓടിയെത്താൻ പറ്റാതെ പോയ 19,000-ഓളം ആളുകളെങ്കിലും ഉണ്ടാവും. ബാക്കിയുള്ളവരിലേക്കൊക്കെ നേരിട്ട് തന്നെ എത്തിക്കഴിഞ്ഞു എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ ജനങ്ങളെയും നേരിട്ട് കാണാൻ ഇന്നലെയൊക്കെ 10:15 വിളിച്ചുണർത്തി വോട്ട് ചോദിച്ചൊരു അനുഭവം ഉണ്ടായി. കാരണം ആ കോളനിയിലുള്ള പ്രദേശത്തിലുള്ള എല്ലാവർക്കും വരണം എന്നുള്ളത് വലിയൊരു ആവേശമായിരുന്നു. അപ്പോൾ വൈകിയാലും വന്നാൽ മതി ഡോക്ടറെ എന്നാ പറഞ്ഞു. ബട്ട് ഫുട്ബോൾ ഇന്നലെ അരങ്ങേറി. അപ്പൊ വ്യത്യസ്തങ്ങളായ പ്രചരണ രീതികളായിരുന്നു. നൈറ്റ് മാർച്ച് എന്ന് പറഞ്ഞ് നൈറ്റ് ലൈഫിനെ ആഘോഷമാക്കി. അതായത് ഇടതുപക്ഷ വോട്ട് പ്ലസ് സരിൻ കൊണ്ടുവരുന്ന വോട്ട്, ഇതാണ് ഞാനായിട്ട് കൊണ്ടുവരുന്ന വോട്ട് എന്നൊന്നും അതിനൊരു വ്യാഖ്യാനവും ആരും ചമയ്ക്കേണ്ട. എല്ലാ വോട്ടും ഇടതുപക്ഷത്തിന്റെ നേരിനുള്ള ശരിയുടെ ഒപ്പമുള്ള വോട്ടുകളാണ്. അതിന്റെ കണക്കും കൂടി അങ്ങോട്ട് പറഞ്ഞേക്കാം, അതുകൂടി കേട്ടോളൂ. കഴിഞ്ഞ തവണ 35,000-ന് മുകളിൽ കിട്ടിയ വോട്ടുകളെ ഇരട്ടിപ്പിക്കും. എന്ന് വെച്ചാൽ ഓരോ ജനവും വന്നാണല്ലോ വോട്ട് ചെയ്യുന്നത്. അവർക്ക് കഴിഞ്ഞ തവണ ചെയ്ത വോട്ട് ആർക്ക് എന്നറിയാം. പുതുതായി വന്നവർ ആദ്യമായി വോട്ട് ചെയ്യുന്നതുമാണ്. അവരത് ചെയ്ത് 70,000-ൽ കുറയാത്ത വോട്ടുകളിലേക്ക് LDF ഇവിടെ വോട്ട് എണ്ണുന്ന ദിവസം എത്തും എന്നുള്ള ആത്മവിശ്വാസമാണ്. ഭരണവിരുദ്ധ വികാരം ഒന്നുമില്ല. അതിങ്ങനെ പറഞ്ഞതുകൊണ്ടുണ്ടാവില്ലല്ലോ. ജനങ്ങൾക്കുള്ള MLA വിരുദ്ധ വികാരം ഇവിടെയുണ്ട്. അതെന്താ പരാമർശിക്കാത്തത്? അതെന്തുകൊണ്ടാണ് പരാമർശിക്കപ്പെടാത്തത്? അപ്പൊ MLA വിരുദ്ധ വികാരം എന്ന് പറയുന്നതും ജനങ്ങളെ വില കുറച്ച് കാണുന്ന, രാഷ്ട്രീയമായി പാലക്കാടൻ വോട്ടർമാരെ വില കുറച്ച് കാണുന്ന വികാരം, അത് രാജിവെച്ചപ്പോൾ മുതൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന ചില നാടകങ്ങളും നീക്കങ്ങളും വരെ ഇങ്ങനെയൊക്കെ ചെയ്താൽ ജനം വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്ന സന്ദീപ് വോട്ട് കൊണ്ടുപോകും. എനിക്കതിനെ പറ്റി അറിയില്ല. ഞാനൊരു വ്യക്തിയെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. വ്യക്തിപരമാകരുത് എന്ന് എനിക്ക് വലിയ നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാടൻ ജനതയെ അതിലൂടെ വില കുറച്ച് കാണിക്കുകയാണ്. ഇങ്ങനെയാണ് വോട്ട് ഞങ്ങൾ മറിക്കുക എന്നാണ് പറഞ്ഞത്. വോട്ട് മറിയുകയല്ല, അറിഞ്ഞ് ചെയ്യുകയാണ് എന്ന് UDFന് ബോധ്യം വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് അതിത്തവണ കോൺഗ്രസിൽ നിന്ന് വോട്ട് കിട്ടുമോ? സകല പാലക്കാടുകാരും വോട്ട് ചെയ്യും. ഭൂരിപക്ഷം എത്ര പറയും? 20,000-ൽ കുറയാത്ത ഭൂരിപക്ഷം. എന്റെ കണക്കൊക്കെ വളരെ കൃത്യമാണ്. രണ്ടാമതെത്തുന്ന പാർട്ടിക്ക് 50,000 വോട്ട് തികയ്ക്കാൻ സാധ്യതയില്ല. 20,000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് ഇവിടെ LDF ജയിക്കും എന്നുള്ളതാണ് ആ ഭൂരിപക്ഷത്തിന്റെ കണക്ക് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം. 24 വരെ കാത്തിരുന്നാൽ അത് കൃത്യമായി കിട്ടും. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് സരിൻ. രാവിലെ കോട്ടമൈതാനത്ത് ഓട്ടമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോവാണ്. ഓട്ടത്തിനിടയിലാണ് നമ്മൾ സരിനെ പിടിക്കുകയും ചെയ്തത്. എന്തായാലും വലിയ ആവേശത്തിൽ, സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിലും പറയാത്തത്ര ആത്മവിശ്വാസമാണ് ഇടത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ പി സരിൻ പറയുന്നത്. 20,000-ൽ കുറയാത്ത ഭൂരിപക്ഷമാണ് സരിന്റെ കണക്ക്. എന്തായാലും 23 വരെ കാത്തിരിക്കണമെന്നുകൂടി സരിൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. പ്രജിത് കോങ്ങാടിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 പാലക്കാട്. അതേസമയം കോൺഗ്രസിനെതിരെ ഓപ്പറേഷൻ ഹസ്ത ആരോപണ വിഷയമാക്കുകയാണ് BJP. പണം കൊടുത്ത് കൗൺസിലർമാരെ വാങ്ങാനുള്ള നീക്കം ഇന്നും നടത്തിയതായി പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. പണം കൊടുത്താൽ പോകുന്നയാൾ പോയെന്നും ഇനി ആരും പോകില്ലെന്നും സന്ദീപ് വാര്യരെ ഉദ്ദേശിച്ച് അദ്ദേഹം പറയുന്നു. ജയിച്ചാൽ 2 മാസത്തിനകം പാലക്കാട് ബാംഗ്ലൂർ വന്ദേ ഭാരത് ട്രെയിൻ കൊണ്ടുവരുമെന്ന് വാഗ്ദാനവും കൃഷ്ണകുമാർ മുന്നോട്ട് വയ്ക്കുകയാണ്. പാലക്കാട് കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുമ്പോൾ BJPയും വലിയ ആവേശത്തിലാണ്. രാവിലെ തന്നെ പിരായിരി പഞ്ചായത്തിലാണ്. എങ്ങനെയുണ്ട് ഏറ്റവും അവസാനത്തെ ഒരു റീഡിംഗ് എങ്ങനെയാണ്? ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങൾ വോട്ടർമാരെ സമീപിക്കുന്ന സമയത്ത്
പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ നിന്നൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചു വരുന്ന പ്രതികരണം ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്, ജയം ഞങ്ങളുടെ ഉറപ്പിക്കുകയാണ്. ഈ വിവാദങ്ങൾ, വോട്ടുകൾ തുടക്കം മുതൽ ഒരുപാട് വിവാദമുണ്ട്, അത് വോട്ടിനെ സ്വാധീനിക്കും? ഞങ്ങൾ പറഞ്ഞല്ലോ, വിവാദങ്ങൾ ചർച്ച ചെയ്യാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, വികസനമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഞങ്ങൾ മുന്നോട്ട് വെച്ച വികസന കാര്യങ്ങൾ പാലക്കാടിലെ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഒന്ന്, നെൽകർഷകരുടെ വിഷയം. ഞങ്ങൾ ട്രാക്ടർ സമരമായി വന്നു. UDF ഞങ്ങളുടെ പിന്നാലെ ഞങ്ങളെ ഫോളോ ചെയ്യേണ്ടി വന്നു. സർക്കാരിന് അവരുടെ നിലപാട് മാറ്റേണ്ടി വന്നു. നെൽകർഷകരുടെ നെല്ല് സംഭരിക്കാൻ സപ്ലൈകോൻ്റെ ഉദ്യോഗസ്ഥന്മാർ എത്തിത്തുടങ്ങി. അത് ഞങ്ങളുടെ വിജയമാണ്. ഇപ്പോൾ പാലക്കാടത്തെ കുടിവെള്ള പ്രശ്നത്തെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പാലക്കാടത്തെ യാത്രാക്ലേശത്തെ സംബന്ധിച്ച് ബാംഗ്ലൂരിലേക്ക് ഞാൻ പാലക്കാടത്തെ വോട്ടർമാരുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. പാലക്കാടിൻ്റെ MLA ആയിട്ട് നവംബർ 23-ാം തീയതി തിരഞ്ഞെടുക്കപ്പെട്ടാൽ 60 ദിവസത്തിനകം ഇവിടുന്ന് വന്ദേ ഭാരത് ബാംഗ്ലൂരിലേക്ക്, പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വന്ദേ ഭാരത് ആരംഭിക്കും. പാലക്കാടിന് ഒരു എയിംസ് ആശുപത്രി ഇല്ല, മെഡിക്കൽ കോളേജ് പാതി വഴിയില്ല. പാലക്കാട്ടുകാർ ചികിത്സയ്ക്കായി ഓടുന്നത് മറ്റുള്ള ജില്ലകളിലേക്കാണ്. പാലക്കാടിനൊരു എയിംസ്, ഇതെല്ലാം ഞങ്ങളുടെ വാഗ്ദാനം. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പാലക്കാടിലത്തെ ജനങ്ങളുടെ വികസന ആവശ്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. BJPക്ക് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പായി ജയിച്ചില്ലെങ്കിൽ പോലും പൊളിറ്റിക്കൽ വോട്ടുകൾ കൂടുന്നുണ്ട്, രാഷ്ട്രീയ വോട്ടുകളായി മാറുന്നുണ്ട്. അങ്ങനൊരു അങ്ങനൊരു മാറ്റം ഇവിടെ ഉണ്ടോ? ഗ്രൗണ്ട് ലെവൽ എന്താണ്? തീർച്ചയായിട്ടും പാലക്കാടിലെ ജനങ്ങൾ ഇവിടെ മോദി സർക്കാർ വന്നതിന് ശേഷമുള്ള വികസനം, നേരത്തെ വാജ്പേയി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടന്ന വികസനം, ഇതെല്ലാം കാണുന്നുണ്ട്. രണ്ട് മുന്നണികളും ജനങ്ങളെ തെരഞ്ഞെടുപ്പാവുന്ന സമയത്ത് ഏതെങ്കിലും വിവാദ വിഷയങ്ങളുടെ പേരിൽ അത്തരം വികാരം ഉണ്ടാക്കിയിട്ടാണ് ജയിക്കുന്നത്. ഞങ്ങൾ ചർച്ച ചെയ്യുന്നതല്ല. ഞങ്ങൾ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പായാലും അസംബ്ലി തെരഞ്ഞെടുപ്പായാലും എല്ലാം ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് വികസനമാണ്. അതിനുള്ള പിന്തുണ ഞങ്ങൾക്ക് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വർദ്ധിച്ചു വരികയാണ്. പാലക്കാടത്തെ ജനങ്ങൾ യഥാർത്ഥത്തിൽ പാലക്കാടിൻ്റെ വികസനവും യഥാർത്ഥ മതേതര പാർട്ടി ഏതാണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ വിജയത്തിലെത്തിക്കും. ഈ ഇന്നലെ പണം ചെലവാക്കി കൗൺസിലർമാരെ വാങ്ങാനുള്ള നീക്കം പരാജയപ്പെട്ടു എന്ന് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു നീക്കം ഉണ്ടോ? എന്താണ് അത് സംഭവിക്കുന്നത്? കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഓരോ ആളുകളെയും വിളിച്ച് ഓഫർ കൊടുക്കുകയല്ലേ. ഇന്ന് കാലത്ത് ഞങ്ങളുടെ ഒരു മുൻ കൗൺസിലർ വിളിച്ചു, 25 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ടാണ് അത്ര വിളിക്കുന്നത്. ഇത് കോൺഗ്രസ് അല്ലല്ലോ പാർട്ടി. ഇതിൽ പൈസ കൊടുത്ത് വാങ്ങാവുന്ന ആളെ വാങ്ങിക്കഴിഞ്ഞു, പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ആളെ വാങ്ങിക്കഴിഞ്ഞു അവർ. ഇനി ഇവിടുന്ന് ഒരു പ്രവർത്തകനും, സാധാരണ ബൂത്തിൻ്റെ പ്രസിഡന്റിനോട് പോയിട്ടും ബൂത്തിലെ സാധാരണ പ്രവർത്തകനോട് പോയിട്ടും പൈസ ഓഫർ ചെയ്താൽ പോലും അവർ ഈ ആദർശവും ആശയവും വിട്ടു പോയില്ല. സന്ദീപൻ അങ്ങനെ ഒരു ആദർശം ഇല്ലാത്തതുകൊണ്ട് പോയി എന്നാണോ? പാർട്ടിയുടെ ആശയവും ആദർശവും, ഈ പ്രസ്ഥാനത്തിൻ്റെ ആശയവും ആദർശമൊക്കെ മനസ്സിലുള്ള ആളുകൾ മരിച്ച് വീണാൽ പോലും ഇതിൽ നിന്ന് പോയില്ലല്ലോ. ജയകൃഷ്ണൻ മാസ്റ്റർ ഉദാഹരണമാണല്ലോ. അദ്ദേഹം ഈ ആശയത്തെ, ഈ ആദർശത്തെ തള്ളിപ്പറഞ്ഞിരുന്നുവെങ്കിൽ ജയകൃഷ്ണൻ മാസ്റ്റർ കുട്ടികളുടെ മുന്നിൽ വെച്ച് കൊല ചെയ്യപ്പെടില്ലായിരുന്നു. അദ്ദേഹം സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ചിട്ടാണ് ഈ ആശയത്തിൽ മുറുകെ പിടിച്ചു നിന്നത്. അപ്പോൾ ഈ ആശയം ഉള്ളിലുള്ള ആളുകൾക്ക് കഴിയില്ല. ശ്രീനിവാസൻ, ശ്രീ സഞ്ജിത്ത്, ഇവരെല്ലാം ഈ ആശയത്തിൻ്റെ പേരിലാണ് കൊല ചെയ്യപ്പെടുന്നത്. ഈ ചിലർ BJPയിലേക്ക് വരുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള നീക്കങ്ങൾ ഇന്നുണ്ടോ? BJPയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്തല്ല, എല്ലാ സമയത്തും ആളുകൾ BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ ഞങ്ങളുടെ അടിത്തറ വിപുലീകരിക്കപ്പെട്ട് തുടങ്ങുന്നത്. കുട്ടിക്കലാശത്തിൽ വലിയൊരു ജനപങ്കാളിത്തമുണ്ട്. തുടക്കത്തിലൊക്കെ ആൾ കുറവെന്നൊക്കെ ഉള്ള പല വാർത്തകളുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം മറ്റു 2 സ്ഥാനാർത്ഥികൾക്ക് ഓളം ഉണ്ടാക്കണം. അവരെ ജനങ്ങൾക്കറിയില്ല. ജനങ്ങളെ അവരെ ശ്രദ്ധിക്കണമെങ്കിൽ ഓളം ഉണ്ടാക്കണം. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞങ്ങളുടെ പ്രവർത്തകർ, ഞങ്ങളുടെ പ്രാദേശിക നേതാക്കൾ ജനങ്ങളുടെ ഇടയിലുള്ള ആളുകളാണ്. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. 40-50 വർഷമായിട്ട് പാലക്കാട് പൊതുരംഗത്തുള്ള ആളാണ്. ജനങ്ങളുമായിട്ട് നിരന്തരം അവരുടെ പ്രശ്നങ്ങൾക്ക് ഒപ്പമുള്ള ആളാണ്. അപ്പോൾ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എനിക്ക് ഓളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ട് വീടുകളിൽ വോട്ട് ചോദിച്ചാലും അവർക്കറിയാം. അവർക്ക് പാലക്കാടത്തെ BJPയുടെ ശക്തിയെ സംബന്ധിച്ച് അറിയാം. അവർക്ക് ഞങ്ങളുടെ ശക്തി തെളിയിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യം വരുമ്പോൾ ഞങ്ങളുടെ സംഘടനാ ശക്തി ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇന്നലെ ഞങ്ങളുടെ റോഡ് ഷോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വൈകിട്ട് 3 പഞ്ചായത്തുകൾ മാത്രം ഉൾപ്പെടുന്ന പ്രായരി മണ്ഡലത്തിൽ 1000-ലധികം ബൈക്കുകൾ പങ്കെടുത്ത റോഡ് ഷോ. എല്ലാം ഈ 3 പഞ്ചായത്തിലെ പ്രവർത്തകരാണല്ലോ. ഞങ്ങൾ ഇറക്കുമതിക്കാരല്ലോ. ഇതിൻ്റെ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസ് എല്ലാം ചേർന്നിട്ട് UDFൻ്റെ യുവജന വിഭാഗത്തിൻ്റെ റോഡ് ഷോ ഉണ്ടായിരുന്നു. കാസർഗോഡ് നിന്നുള്ള ആളുകൾ വരെ വന്നിട്ടുണ്ട്. ഞാൻ ബസ്സുകളുടെ നമ്പർ തരാം. കാസർഗോഡ്, മലപ്പുറം, കൊണ്ടോട്ടി ഭാഗത്തൊക്കെ വന്ന ബസ്സുകളുടെ നമ്പർ ഞാൻ എടുത്തു തരാം. ഏറ്റവും കൂടുതൽ എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത്? 5 ഭൂരിപക്ഷമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 10,000 മുതൽ 15,000 വരെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ പാലക്കാട് തവണ ജയിക്കും. വലിയ ആത്മവിശ്വാസമാണ് BJP സ്ഥാനാർത്ഥിയും പറയുന്നത്. എന്തായാലും എല്ലാവരുടെയും ആത്മവിശ്വാസം അവിടെ ഓരോ വശത്തായി തുടരുകയാണ്. ഇന്ന് കൊട്ടിക്കലാശത്തിലേക്ക്, അതിൻ്റെ ഒരു വലിയ ആവേശത്തിലേക്ക് മുന്നണികൾ കടക്കുകയുമാണ്. പ്രജിത് കോങ്ങാടിനൊപ്പം G. ശ്രീജിത്ത്, News 18 പാലക്കാട്.
നേതാക്കളെ പണം കൊടുത്ത് അടർത്തിയെടുക്കുവാനുള്ള കോൺഗ്രസിന്റെ നീക്കം പൊളിച്ചുവെന്നാണ് ബി.ജെ.പി. പാലക്കാട് പറയുന്നത്. ഇതിനുദാഹരണമായി പാലക്കാട് നഗരസഭാ കൌൺസിലർമാരെ അണിനിരത്തി ബി.ജെ.പിയുടെ ശക്തി പ്രകടനവും ഇന്ന് പാലക്കാട് കാണുകയുണ്ടായി. 6 കൌൺസിലർമാർ ബി.ജെ.പി. വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയായിരുന്നു സ്ഥാനാർത്ഥിയുമൊത്തുള്ള ഈ പ്രകടനം. ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് വേണ്ടി പാലക്കാട് നഗരസഭയിലെ കൌൺസിലർമാരുടെ നേതൃത്വത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ബി.ജെ.പിയുടെ പാലക്കാട് നഗരസഭയിലെ 28 കൌൺസിലർമാർ പ്രകടനവുമായി എത്തുന്നത്. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നേരത്തെ സന്ദീപ് വാര്യർക്കൊപ്പം ബി.ജെ.പിയുടെ 6 കൌൺസിലർമാർ കോൺഗ്രസിലേക്ക് പോകുന്ന പ്രചരണം വന്നിരുന്നു. അതിന് മറുപടിയുമായാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ നഗരസഭാ ചെയർപേഴ്സൺ നേതൃത്വത്തിലുള്ള പ്രകടനം നടക്കുന്നത്. എന്താണ് ഇത്തരമൊരു പ്രകടനം? വോട്ട് ചോദിച്ചിട്ട് എല്ലാ കൌൺസിലർമാരും ഉണ്ടോ? എല്ലാ കൌൺസിലർമാരും ഉണ്ട്. ഒറ്റക്കെട്ട് എല്ലാ കൌൺസിലർമാരും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒന്നിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇപ്രാവശ്യം പാലക്കാട് ജനതയുടെ മുനിസിപ്പാലിറ്റിയുടെ എല്ലാവരുടെയും വോട്ടുകൾ ബി.ജെ.പി. സ്ഥാനാർത്ഥി എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിലേക്ക് തന്നെ ആയിരിക്കും. 6 കൌൺസിലർമാർ കോൺഗ്രസിലേക്ക് പോകുമെന്ന പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു. വെറുതെ ആവശ്യമില്ലാത്ത പ്രചരണമാണ്. അതൊന്നും പോയില്ല. അവിടെ അടിസ്ഥാനമായിട്ട് ഞങ്ങൾക്ക് സംഘപ്രവർത്തനവും ആദർശവും നമ്മുടെ മനസ്സിലുണ്ട്. അത് തന്നെയാണ് കോൺഗ്രസിനുള്ള മറുപടിയാണോ ഇത്? കോൺഗ്രസിനെതിരെ ഞങ്ങൾ മറുപടി കൊടുക്കേണ്ട ആവശ്യം? 6 കൌൺസിലർമാർ ബി.ജെ.പിയിലേക്ക് പോകുന്ന പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു. അത് ആ പ്രചരണമായിട്ട് തന്നെ നടക്കട്ടെ. 23-ാം തീയതി കഴിഞ്ഞാൽ ആ പ്രചരണമായിട്ട് അവർ മുന്നോട്ട് പോയിക്കോട്ടെ. ഞങ്ങൾ വിജയിച്ച് മുന്നോട്ട് പോകും. നിയമസഭയിലെത്തും. ഞങ്ങൾ മുഴുവൻ പേരുമുണ്ട്, മുഴുവൻ കൌൺസിലർമാരും ഉണ്ട്. മുഴുവൻ കൌൺസിലർമാരും ഉണ്ട്. ഞങ്ങള് ഇത്തവണ പാലക്കാട് പിടിക്കാൻ ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സോടുകൂടി മുന്നോട്ടാണ്. അതാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ പറഞ്ഞത്. കൌൺസിലർമാരെല്ലാം ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രിയ വിജയൻ അടക്കമുള്ള കൌൺസിലർമാരുണ്ട്. എങ്ങനെയുണ്ട്? വിജയം ഉറപ്പാണോ? തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്ത് കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഉൾപ്പെടെയുള്ള കൌൺസിലർമാരുടെ പേരാണ് ഈ അഭ്യൂഹങ്ങളിലും. അതിനുള്ള മറുപടി ഞാൻ ഇന്നലെ തന്നെ നൽകിയിട്ടുള്ളതാണ്. ഇനി അതിന് വലിയ പ്രസക്തിയില്ല. ഏതായാലും വിജയം ഉറപ്പാണ്. തീർച്ചയായും. അതുതന്നെയാണ് മുഴുവൻ കൌൺസിലർമാരെയും അണിനിർത്തിക്കൊണ്ടാണ് ബി.ജെ.പിയുടെ ഈ പ്രകടനം. കൌൺസിലർമാർ ബി.ജെ.പി. വിട്ട് കോൺഗ്രസിലേക്ക് പോകുമെന്ന പ്രചരണത്തിന് മറുപടിയുമായാണ് കൌൺസിലർമാരെ തന്നെ ഇറക്കിക്കൊണ്ട് ബി.ജെ.പി. ഇത്തരമൊരു പ്രചരണം നടത്തുന്നത്. കൊട്ടിക്കലാശ ദിവസം ബി.ജെ.പിയുടെ മുഴുവൻ കൌൺസിലർമാരും ഇങ്ങനെ ഒരു പ്രകടനത്തിൽ അണിനിരക്കുകയാണ്. ഇത്തവണ പാലക്കാട് കൃഷ്ണകുമാർ ജയിക്കും, ബി.ജെ.പി. ജയിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥിയും കൌൺസിലർമാരും ഇപ്പോൾ പാലക്കാട് പ്രചരണം നടത്തുന്നത്. ക്യാമറാമാൻ കെ.പി. നരേഷിനൊപ്പം വീരിയരുൺ, ന്യൂസ് 18 പാലക്കാട്. കോൺഗ്രസിന്റെ ഓപ്പറേഷൻ ഹസ്ത പൊളിച്ചു എന്ന് തെളിയിക്കുന്നതിനു വേണ്ടിയാണ് ബി.ജെ.പി. കൌൺസിലർമാരെ കൂട്ടിയുള്ള ഈ ശക്തി പ്രകടനം പാലക്കാട്ട് നടത്തിയത്. സന്ദീപ് വാര്യരെ ചൊല്ലിയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ പാലക്കാട് തുടരുകയാണ്. സന്ദീപ് വാര്യർ പ്രാദേശിക നേതാവ് മാത്രമാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞു. സന്ദീപിന്റെ കാര്യത്തിൽ ഇനി ഒരു ചർച്ചയും ഉണ്ടാകില്ലെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. കോൺഗ്രസിൽ ചേരുന്ന ഒരു പ്രാദേശിക നേതാവ് പോലും പാണക്കാട് തങ്ങളെ കണ്ട് അനുഗ്രഹം വാങ്ങണം എന്നുള്ള നിലയിലേക്ക് നമ്മുടെ നാട് വന്നിരിക്കുകയാണ്. പാണക്കാട് തങ്ങളെ പോയി കാണുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കോൺഗ്രസിൽ ചേരുന്ന ഒരു സാധാരണ പ്രാദേശിക നേതാവിന് പോലും UDFന്റെ പ്രവർത്തകനായിട്ട് തുടരണമെങ്കിൽ പാണക്കാട് തങ്ങളെ കണ്ട് ആശീർവാദം വാങ്ങണം എന്നുള്ള നില എങ്ങനെ ഉണ്ടായി? സന്ദീപ് വാര്യർ കെ. മുരളീധരന് കൈകൊടുത്തും വേദി പങ്കിട്ടും ഇന്ന് സന്ദീപ് വാര്യർ പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് ബാങ്ക് ഉദ്ഘാടനത്തിനിടെയാണ് രണ്ടുപേരും കണ്ടുമുട്ടിയത്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ കെ. മുരളീധരന്റെ പ്രതികരണം വിമർശനാത്മകമായിരുന്നു. അതിന് പിന്നാലെ വീണ്ടും കെ. മുരളീധരൻ ഈ രീതിയിലുള്ള പ്രതികരണം ഉന്നയിക്കുകയുണ്ടായി. അങ്ങനെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് കെ. മുരളീധരൻ ഇഷ്ടപ്പെട്ടില്ല എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. LDFും ഇക്കാര്യം ആയുധമാക്കിയിരുന്നു, ബി.ജെ.പിയും ഇത് ആയുധമാക്കിയിരുന്നു. അതിനിടെയാണ് സന്ദീപ് വാര്യരും കെ. മുരളീധരനും കണ്ടുമുട്ടിയത്. കെ. മുരളീധരൻ സന്ദീപ് വാര്യരെ ഷാൾ അണിയിച്ചു. അതുമാത്രമല്ല, സന്ദീപ് വാര്യർ കെ. മുരളീധരനെ പുകഴ്ത്തുകയും ചെയ്തു. ശ്രീകൃഷ്ണപുരത്ത് വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച ഉണ്ടായത്. കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യർക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ പോലും പിന്തുണയില്ലെന്ന് ബി.ജെ.പി. നേതാവ് MT രമേശ് ഇന്ന് പ്രതികരിച്ചു. കോൺഗ്രസിൽ പ്രവർത്തിക്കണമെങ്കിൽ പാണക്കാട് തങ്ങളുടെ അനുഗ്രഹം വാങ്ങിയാൽ മാത്രമേ പറ്റുകയുള്ളൂ എന്ന് VD സതീശൻ പറഞ്ഞതിനാലാവാം സന്ദീപ് വാര്യർ പോയി കണ്ടതെന്നും MT രമേശ് പറഞ്ഞു.
BJP-യിൽ ഏതെങ്കിലും ഒരാൾ പോകുന്നതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവാറില്ലല്ലോ. BJP ഏതെങ്കിലും നേതാക്കന്മാരെ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അയാൾ പോയാൽ അയാൾ പോയി. ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ പിന്തുണ പോലും ഈ കാര്യത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. മുസ്ലിം ലീഗിനെ കുറിച്ചും പാണക്കാട് തങ്ങളെ കുറിച്ചും സന്ദീപ് വാര്യർ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളൊന്നും എടുത്തു നോക്കിയാൽ മതി. ആ അഭിപ്രായങ്ങൾ മാറ്റാൻ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല നിലപാടുണ്ട്. അത് ഒരു സാമുദായിക പാർട്ടിയാണ്, ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അപ്പൊ UDF-നകത്ത് പ്രവർത്തിക്കണമെങ്കിൽ പാണക്കാട് തങ്ങളുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ എന്ന് അദ്ദേഹത്തോട് VD സതീശൻ പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ സത്യത്തിൽ UDF-നെ നിയന്ത്രിക്കുന്നത് K. സുധാകരനും VD സതീശനുമാണോ അതോ പാണക്കാട് തങ്ങളാണോ UDF-നെ നിയന്ത്രിക്കുന്നതെന്ന ചോദ്യത്തിലാണ് ഇനി ഉത്തരമുണ്ടാവേണ്ടത്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിനെയും അനുഗ്രഹം മാത്രം പോരാ. കോൺഗ്രസിൽ നിൽക്കണമെങ്കിൽ പാണക്കാട് തങ്ങളുടെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിൽക്കാൻ സാധിക്കുള്ളൂ എന്ന് ഇപ്പൊ സന്ദീപ് വാര്യരിലൂടെ കേരളത്തിന് ബോധ്യമാവുകയാണ്. അതേസമയം വ്യാജ വോട്ടുകൾ ചെറുക്കും എന്നുള്ള കാര്യത്തിൽ CPM ഉറച്ചു നിൽക്കുകയാണ്. LDF ഈ വിഷയത്തിൽ ഇന്ന് കളക്ടറേറ്റിലേക്ക് മാർച്ചും സംഘടിപ്പിക്കുകയുണ്ടായി. വ്യാജ വോട്ടുകൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പാലക്കാട് LDF-ന്റെ പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിനൊടുവിൽ AK ബാലനും LDF നേതാക്കളും ജില്ലാ കളക്ടർക്ക് പരാതിയും നൽകി. 2700ഓളം വ്യാജ വോട്ടുകൾ കോൺഗ്രസും BJP-യും ചേർത്തുവെന്നാണ് LDF-ന്റെ ആരോപണം. ഈ വോട്ടുകൾ നീക്കം ചെയ്യണമെന്നുമാണ് LDF ആവശ്യപ്പെടുന്നത്. ഇരട്ട വോട്ടുള്ളവർ വോട്ട് ചെയ്യാനെത്തുന്നത് ക്യാമറയിൽ പകർത്തുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര അറിയിച്ചു. നടപടി ഉണ്ടാകുമെന്ന ഉറപ്പാണ് ജില്ലാ കളക്ടർ നൽകിയത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. മുനമ്പത്തെ റിലേ നിരാഹാര സമരം 37ാം ദിവസത്തിലേക്ക് കടന്നു. വിവിധ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ബിഷപ്പുമാർ മുനമ്പത്തെ സമരപ്പന്തലിൽ എത്തിയിരുന്നു. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ സമരം തുടരാൻ തന്നെയാണ് ഭൂസംരക്ഷണ സമിതിയുടെ തീരുമാനം. മുനമ്പത്ത് റീസർവേ നടത്തുമെന്നത് ചിലരുടെ ഭാവനാ സൃഷ്ടി മാത്രമാണെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. ശാശ്വത പരിഹാരത്തിനാണ് ശ്രമമെന്നും ചർച്ചയ്ക്ക് ശേഷമേ പരിഹാരത്തിലേക്ക് പോകാനാവൂവെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇനി ശബരിമല വാർത്തകൾ. ശബരിമലയിൽ ഇന്നും ഭക്തജന തിരക്കാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടയ്ക്കും വരെ 40,000-ഓളം പേരാണ് മല കയറിയത്. 3000-ഓളം പേർ പുല്ലുമേട് വഴിയെത്തി. തീർത്ഥാടനത്തിനെത്തുന്ന കുട്ടികളുടെ എണ്ണത്തിലും വർധനവുണ്ട്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് സജീവ് C. വാര്യർ ചേരുകയാണ്. സജീവ്, നിയന്ത്രണങ്ങൾ പക്ഷേ ഇപ്പോഴും ഫലവത്തായി തന്നെ നടക്കുന്നില്ലേ? 80,000 എന്നുള്ള കണക്കാണല്ലോ ഇപ്പോൾ ഉള്ളത്. അതിനപ്പുറത്തേക്ക് ഭക്തർ എത്തുന്നുണ്ടോ? ഇന്ന് അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ടോ? മഞ്ജുഷ്, രാവിലെ മുതലുള്ള കണക്കനുസരിച്ച് ഇപ്പോൾ 39,997 തീർത്ഥാടകരാണ് പമ്പയിൽ നിന്ന് കയറിയത്. 37,000-ൽ പരം പേരാണ് ഇപ്പോൾ ശബരിമല നട, അതായത് 18ാം പടി കയറിയത്. ഈ തരത്തിൽ ഉച്ചവരെയുള്ള കണക്കനുസരിച്ച് വലിയ തോതിലുള്ള ഒരു ഭക്തജന പ്രവാഹം ഉണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഇന്നലെയൊക്കെ വളരെ കുറഞ്ഞ രീതിയിലാണ് ആളുകൾ എത്തിയത്. അതുകൊണ്ട് നമുക്ക് 80,000-ൽ പരം ആളുകൾ എത്തും എന്ന് പറയാറായിട്ടില്ല. പ്രത്യേകിച്ചും 70,000 എന്നതാണ് വെർച്വൽ ക്യൂ വഴിയുള്ള കണക്ക്. അതുപ്രകാരം ബുക്ക് ചെയ്തവരാണ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ തീർത്ഥാടകരായിട്ട് റാണിപ്പേട്ടിൽ നിന്ന്, ചെന്നൈക്ക് അടുത്ത് നിന്ന് വന്നിട്ടുള്ള തീർത്ഥാടകരുണ്ട്. അവരോട് ചോദിക്കാം. உங்களுடைய பேர் என்ன? சுரேஷ் என் பேரு. எப்படி இருந்தது? அங்க கூட்டமா இருக்குன்னு பார்த்தேன். ஆனா வந்து பார்த்தா தெரியுது நல்லா ஃப்ரீயா இருந்துச்சு. நல்ல தரிசனம். நாங்க நல்லா நிதானமா பார்த்தோம் சாமிய. நீங்க குரூப்ல எத்தனை பேர் இருக்கு? 36 பேர் வந்துக்கிறோம் நாங்க குரூப்ல. 36 நல்ல தரிசனம். சூப்பரா இருந்துச்சு. நல்ல தரிசனம். நல்லா சூப்பரா சாமி பார்த்தோம். இந்த வாட்டி எந்த பிரச்சனை இல்ல. நல்லா ஜனம் இருக்குன்னு சொல்லிட்டு தான் வந்து நினைச்சிட்டு வந்தோம். அந்த வாட்டி ஃப்ரீயா நல்ல தரிசனம். இந்த வாட்டி இத்தனை வருஷம் இந்த மாதிரி ஜனம் இல்லாம பாக்கல. இந்த வாட்டி ஃப்ரீயா நல்லா இருந்துச்சு. சிறப்பா தரிசனம். நம்ம எல்லா சாமிகளும் ஹாப்பியா பார்த்தாங்க. எந்த பிரச்சனையும் இல்ல. எல்லாம் ஹாப்பியா பார்த்துட்டு காவல்துறை வந்து நல்லா சிறப்பா செயல்படுறாங்க. நாங்க பார்த்த வரைக்கும் இந்த வருஷம் காவல்துறை வந்து எல்லாரும் பொதுமக்களுக்கு பக்தர்களுக்கெல்லாம் நல்லா சவர்த்தனம் பண்றாங்க. தண்ணி, பிஸ்கெட்டு, இந்த மாதிரி படியார முடியலாம் சௌகரியங்கள்லாம் நல்லா செய்யறாங்க. காவல்துறைக்கு நன்றியை சொல்லிக்கணும்.
பம்பையில் எல்லாமே கூட்டம் அதிகமாக இருக்கும். ஒன்றும் அவ்வளோக்கும் தொந்தரவுலாம் எதுவும் இல்லைங்க, நல்லா இருக்குது. இன்னும் இந்த துணி தான் போகிறவங்களாம் இந்த கழட்டி போட்டு கொஞ்சம் இது பண்ணி வச்சிருக்காங்க, கொஞ்சம் கெஜாலாக இருக்குது. அதை மட்டும் இது க்ளீன் பண்ணால் கொஞ்சம் நல்லா இருக்குங்க. பம்பை எது எந்த நல்லா இருக்குது, அதெல்லாம் ஒன்றும் பிரச்சனை, நல்லா இருக்குது. நல்லபடியாக தான் வந்தாலும் ஏறி வந்து பார்த்தோம், நல்லபடியாக சாமி பார்த்தோம், எந்த ஒரு பிரச்சனையும் இல்லை. கூட்டம்லாம் நெருக்கல்லாம் இல்லை, എതിർപ്പാകളെ കൂട്ടല്ല നല്ലതാ എല്ലാമേ നല്ലപടിയാണ് സാമി பார்த்தாங்க. അത്തരത്തിൽ തന്നെയാണ് പ്രതികരണങ്ങൾ. പ്രത്യേകിച്ചും മല കയറുമ്പോഴും എല്ലാം തന്നെ കാവൽത്തുറ പോലീസിനെയാണ് അവർ സപ്പോർട്ട് ചെയ്തത്. പോലീസിന്റെ സപ്പോർട്ട് വളരെ നന്നായിരുന്നു. അത്തരത്തിൽ ഇത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ നന്നായാണ് പോലീസ് പെരുമാറുന്നത്. തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് പോലീസ് എന്നെല്ലാം, അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു എന്നെല്ലാമാണ് ഇപ്പോൾ തീർത്ഥാടകർ പറയുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരാണ് നമ്മളോട് സംസാരിച്ചത്. ഏതായാലും ഇപ്പോൾ 18ാം പടി അടച്ചിരിക്കുന്നു. നട അടച്ചതിന് ശേഷമാണ് ഇനി 2 മണിക്കൂറാണ് കാത്തിരിക്കാനുള്ളത്. 3 മണിയോടുകൂടി ദർശനം പുനരാരംഭിക്കും. രാത്രി 11 മണി വരെയാണ് ദർശനമുള്ളത്. അത് 80,000-ന് താഴെ തീർത്ഥാടകർ ഇന്നും എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, സന്നിധാനത്ത് നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിയത് സജീവ് സി വാര്യരാണ്. വർഷം മുഴുവൻ ശബരിമല നട തുറക്കണം എന്ന വാദം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് തന്ത്രി കണ്ഠരര് രാജീവര്. മണ്ഡലവ്രതം നോറ്റെത്തുന്നവരുടെ എണ്ണമാണ് കൂടുന്നത്. എന്നാൽ മാസപൂജ തൊഴാൻ കുറച്ച് തീർത്ഥാടകർ മാത്രമേ ശബരിമലയിലേക്ക് വരുന്നുള്ളൂ. സീസണിലെ തിരക്ക് പരിഗണിച്ചാണ് ദർശന സമയം കൂട്ടിയതെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല ക്ഷേത്രത്തിന്റെ ആചാരപരമായ കാര്യങ്ങളിൽ അവസാന വാക്ക് താഴമൺ തന്ത്രി കുടുംബത്തിൻ്റെതാണ്. തന്ത്രി കണ്ഠരര് രാജീവർ നമ്മളൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് അത്തരം കാര്യങ്ങൾ ചോദിക്കാം. തിരുമേനി, നമ്മുടെ ഇപ്പോൾ ദർശന സമയം കൂട്ടിയിരിക്കും. അതെ, 3 മണി മുതൽ 1 മണി വരെയാണ് ദർശന സമയം. പിന്നീട് 3 മണി മുതൽ രാത്രി 11 വരെയാണ്. അപ്പൊ ഇത് ആചാരപരമായ കാര്യങ്ങൾക്ക് വിഘ്നമില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ സമയം നീട്ടിയത്, അല്ലേ? ആചാരപരമായ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എത്രയാക്കിയത്. ആ സമയത്ത് കൃത്യമായ പൂജ നടക്കുന്നുണ്ട്. 7:30 ഉഷപൂജയുണ്ട്, ഉച്ചയ്ക്ക് 12:30 ഉച്ചപൂജ, 9:30 അത്താഴപൂജ. ആ പൂജാക്രമങ്ങൾക്കൊന്നും മാറ്റമില്ല. ഇത് ദർശന സമയം മാത്രമേ ശകലം കൂട്ടിയിട്ടുള്ളൂ. അതിന് ആചാരപരമായ തടസ്സങ്ങളില്ല. അതായത് അയ്യപ്പന്റെ യോഗനിദ്ര എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ യോഗനിദ്രയിലാണ്. പക്ഷേ ഈ മണ്ഡലമകരവിളക്ക് കാലത്ത് നമുക്ക് ഭക്തജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം തുറന്നു കൊടുക്കുന്നു. ബാക്കി 25 ദിവസവും നമ്മൾ അടച്ചിടുവാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ്. ഈ പൂജകളുടെ സമയക്രമത്തിൽ മാറ്റമുണ്ടോ? പൂജയുടെ ക്രമത്തിന് ഒരു മാറ്റവും ഇല്ല. അത് കൃത്യമായ സമയത്ത് തന്നെ നടന്നു. അതെ, അരിവരാസനം 11 മണിക്കെന്ന് ഉള്ളൂ, അത്രേ ഉള്ളൂ. ഈ മണ്ഡലകാലത്ത് മുഴുവനും അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഭക്തരുടെ സൗകര്യത്തിന്, തീർത്ഥാടക സൗകര്യം പ്രമാണിച്ച് തന്നെയാണല്ലോ, അല്ലേ? തീർച്ചയായിട്ടും തീർത്ഥാടന സൗകര്യം പ്രമാണിച്ച്. കാരണം ഇത്രയും ദൂരെ നിന്ന് ഇത്രയും സ്ഥലത്തു നിന്ന് വരുന്നവരെ ഒരുപാട് മണിക്കൂർ ക്യൂ നിൽക്കുകയാണെങ്കിൽ ഭഗവാന് തന്നെ അത് ഇഷ്ടപ്പെടത്തില്ല, ഉറപ്പല്ലേ? ഭക്തപ്രിയനാണ് ഈശ്വരൻ. ഭക്തർക്ക് ഇത്രയും വിഷമം വരുമ്പം സ്വാഭാവികമായിട്ട് ഈശ്വരന് ഇഷ്ടപ്പെടത്തില്ല. അപ്പം ഈശ്വരന് വേണ്ടി കൂടെയാണിത് ഞങ്ങളത് ചെയ്യുന്നത്. ഈ ഭക്തജന തിരക്ക് ഏറുമ്പോൾ സ്വാഭാവികമായിട്ടും പറയുന്നൊരു സംഗതി, പരമാവധി സമയത്ത് ആളുകളെ ദർശനത്തിന് അനുവദിക്കുക. ഈ മാസം 5 ദിവസം എന്നുള്ളതിൽ കൂട്ടുകയോ അല്ലെങ്കിൽ വർഷം മുഴുവനായിട്ട് ദർശനത്തിന് സാധ്യത ഒരുക്കുകയോ ഒക്കെ ചെയ്യാം എന്നുള്ള വാദങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. അതിന് ഈ ആചാരവുമായിട്ടൊരു ബന്ധമില്ല, അങ്ങനെയുള്ള വാദങ്ങളാണ്. അത് എത്രത്തോളം പ്രായോഗികമാണ്? ഇനിയിപ്പം തിരക്കേറി വരികയാണല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയ്ക്കും ആദ്യ ദിവസം തന്നെ വലിയ തോതിൽ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇനിയും സമയം കൂട്ടുകയോ അല്ലെങ്കിൽ ദിവസങ്ങൾ കൂടുതൽ ദർശനത്തിന് കൊടുക്കുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കുമോ? അതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളത് സത്യമാണ്. മാസപൂജയ്ക്ക് തന്നെ വളരെ കുറച്ച് പേരാണ് വരുന്നത്. ഈ വഴിപാടുകൾ നടത്താണ്ട് വരുന്നവർ മാത്രമേ ഉള്ളൂ. പടിപൂജ, ഉദയാസന പൂജയൊക്കെ വരുന്നവരാണ് കുറച്ച് കൂടുതലും വരുന്നവർ. അല്ലാതെ ആൾക്കാരൊന്നും വരുന്നില്ല. എല്ലാവരുടെയും മനസ്സിലൊരു വിശ്വാസം മണ്ഡലം മകരവിളക്ക് എന്നുള്ളതാണ്. അതിനൊന്നും മാറ്റം വരുത്താൻ, ഈ വിശ്വാസത്തിന് മാറ്റം വരുത്താൻ ഒക്കത്തില്ല. ദിവസം കൂട്ടിയതുകൊണ്ടൊന്നും ആൾക്കാർ വരത്തില്ല. ഉദാഹരണമായിട്ട് ഉത്സവത്തിന് 10 ദിവസം നട തുറക്കുന്നുണ്ട്, വിഷുവിന് 10 ദിവസമുണ്ട്. ഈ സമയത്തൊന്നും ആളേ ഇല്ല, വളരെ കുറച്ച് വഴിപാടുകാർ മാത്രമേ ഉള്ളൂ. വിഷുവിൻ്റെ അന്നാണ്, തലേദിവസവും പിറ്റേ ദിവസമാണ് ഏറ്റവും കൂടുതൽ ആൾ വരുന്നത്. ബാക്കി ദിവസങ്ങളിലൊക്കെ ഭക്തജനങ്ങൾ ശുഷ്കമാണ് എന്നുള്ളതാണ് സത്യം. അല്ലാതെ പലരും പറയാം എല്ലാ ദിവസവും തുറന്നാൽ, അങ്ങനെ എല്ലാ ദിവസവും തുറക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ കൈ മാത്രം ഒതുങ്ങുന്നതല്ലാതെ ദേവഹിതം കൂടെ അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. ദേവഹിതം അനുസരിച്ച് നമുക്ക് അധികം തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴും. പക്ഷേ ഇതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, മണ്ഡല മകരവിളക്ക് കാലം. അത് അപൂർവം ചിലതൊക്കെ ഇരുന്ന് പറയും ദിവസവും തുറക്കണം, മറ്റേയാണ് മറിച്ച്. എന്നാൽ ബുദ്ധിജീവികൾ കൂടുതലാണല്ലോ നമ്മുടെ ഇടയിൽ. അതെ, ഈ ദേവഹിതം അനുസരിച്ചാണ് നമ്മൾ ഈ ഭസ്മക്കുളത്തിൻ്റെ സ്ഥാനം മാറ്റുക തുടങ്ങിയിട്ടുള്ള പുതിയ കുറേ പ്രപ്പോസൽസ് ഉണ്ടല്ലോ. അതുപോലെ ഇപ്പം റോപ്പ് വേ വരുന്നു,
റോപ്പ് വേ പോലുള്ള കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നുണ്ടല്ലോ. അപ്പം അത്തരം കാര്യങ്ങളെല്ലാം ആചാരപരമായ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് തന്നെയാണോ ചെയ്യുന്നത്? റോപ്പ് വേ ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. റോപ്പ് വേ വേണമെന്നുള്ള കാര്യം ബസ്മക്കുളം ഇവിടുന്ന് മാറ്റുന്നൊന്നുമില്ല, ഇവിടെ തന്നെയാണത്. അവിടെ ഒരു കുളമ്പുഴ ഭക്തജനങ്ങൾക്ക് സൗകര്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ചെയ്യുന്നത്, അല്ലാതെ ഇത് മാറ്റുന്നൊന്നുമില്ല. ഈ കുളം എല്ലാ ദിവസവും നട തുറക്കണം എന്നുള്ള ആ അഭിപ്രായത്തോട് പ്രതികരിക്കുകയായിരുന്നു തന്ത്രി കണ്ഠരര് രാജീവര്. അത് പക്ഷേ അത് സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി കുറുവ കള്ളന്മാരെ കുറിച്ചുള്ള വാർത്തയാണ്. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ കുറുവ സംഘാംഗം സന്തോഷ് സെൽവത്തിനൊപ്പം പിടിയിലായ മണികണ്ഠനെ പോലീസ് വിട്ടയക്കും. മോഷണ കാലയളവിൽ ഇയാൾ കേരളത്തിൽ ഇല്ലായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മോഷണത്തിന് സന്തോഷിനൊപ്പം മണ്ണഞ്ചേരിയിലെത്തിയ ആളെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന കിട്ടിയിട്ടുണ്ടെന്നാണ് വിവരം. അതേസമയം എറണാകുളം വടക്കൻ പറവൂരിലെ മോഷണ കേസുകൾ അന്വേഷിക്കാൻ മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. സന്തോഷ് സെൽവത്തെ ചോദ്യം ചെയ്തതിൽ നിന്നും രണ്ടാമനെ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ പോലീസിന് ലഭ്യമായതായാണ് സൂചന. സന്തോഷിനൊപ്പം എറണാകുളം കുണ്ടന്നൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത മണികണ്ഠനെ മണ്ണഞ്ചേരി പോലീസ് വിട്ടയക്കും. ആലപ്പുഴയിൽ മോഷണം നടന്ന കാലയളവിൽ മണികണ്ഠൻ കേരളത്തിലില്ലായിരുന്നുവെന്ന് അന്വേഷണ സംഘത്തിന് സ്ഥിരീകരിക്കാനായി. ഒക്ടോബർ 23 മുതൽ നവംബർ 14 വരെ ഇയാൾ തമിഴ്നാട്ടിലായിരുന്നു. ചില കേസുകളുണ്ടെങ്കിലും മോഷണ കേസുകളില്ല. മണികണ്ഠനെ സംബന്ധിച്ച വിവരം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും കൈമാറിയിട്ടുണ്ട്. സന്തോഷ് സെൽവത്തിന്റെ സഹോദരിയെ വിവാഹം ചെയ്തിട്ടാണ് തിരുട്ട് ഗ്രാമത്തിലേക്ക് മണികണ്ഠൻ എത്തിയത്. പുന്നപ്ര പോലീസും മണികണ്ഠനെ ചോദ്യം ചെയ്തിരുന്നു. അതേസമയം റിമാൻഡിലുള്ള സന്തോഷ് സെൽവത്തിനായി മണ്ണഞ്ചേരി പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. ആലപ്പുഴയിൽ തന്നെ 14ഓളം കുറുവ സംഘങ്ങൾ എത്തിയതായി പോലീസ് സ്ഥിരീകരിക്കുന്നു. ബാക്കിയുള്ളവർക്കായുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. എറണാകുളം വടക്കൻ പറവൂരിൽ റിപ്പോർട്ട് ചെയ്ത മോഷണ കേസുകൾ ഉള്ളവർ കുറുവ സംഘാംഗങ്ങളാണോ എന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല. പ്രാദേശിക മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. മോഷണം നടന്ന ചേന്ദമംഗലത്തും പരിസര പ്രദേശങ്ങളിലും ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം തുടരുന്നു. ഇതുവരെ ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിൽ കുറുവ സംഘാംഗങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരേ സമയം മോഷണം നടത്തുന്ന ഇവർ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളാണ് തിരഞ്ഞെടുക്കുക. മോഷണശേഷം ഒന്നിച്ചു കൂടുകയും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യും. കരിയിലക്കുളങ്ങരയിൽ എത്തിയ ഇവർ ട്രെയിനിൽ സഞ്ചരിച്ചതായും വിവരം ലഭ്യമായിട്ടുണ്ട്. പൊതുവെ അക്രമകാരികളാണെങ്കിലും ആലപ്പുഴയിലോ എറണാകുളത്തോ റിപ്പോർട്ട് ചെയ്ത കേസുകൾക്കൊന്നും അക്രമ സ്വഭാവമുള്ളതല്ലായിരുന്നു. സന്തോഷിനെ കസ്റ്റഡിയിൽ കിട്ടുന്നതോടെ കൂട്ടാളികളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘങ്ങൾ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 ആലപ്പുഴ. പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് കുടുംബം. സഹപാഠികളുമായുള്ള പ്രശ്നമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് കുടുംബം പറയുന്നത്. പോലീസ് കോളേജിലെത്തി അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തുകയുണ്ടായി. അന്വേഷണം നടത്താൻ ആരോഗ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. അമ്മു സജീവന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കോളേജിൽ കുട്ടികൾ തമ്മിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് ആത്മഹത്യ കാരണമെന്നാണ് കുടുംബത്തിന്റെ പ്രധാന ആരോപണം. അതേസമയം കുട്ടികൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതായും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൽ സലാം പറഞ്ഞു. എനിക്ക് ആദ്യമായിട്ട് ഒഫീഷ്യലി കിട്ടുന്ന കുട്ടിയുടെ കംപ്ലൈന്റ് ഒന്നും ഒരു കുട്ടിയുടെ കംപ്ലൈന്റ് നമുക്ക് ഇന്നവരെ രേഖാമൂലം കിട്ടിയിട്ടില്ല. അച്ഛൻ്റെ കംപ്ലൈന്റ് കിട്ടിയ അടുത്ത ദിവസം തന്നെ നമ്മളത് ആക്ട് ചെയ്തു. അതിനുള്ള കമ്മിറ്റികളും കാര്യങ്ങളും എല്ലാമായിട്ട് അത് അവർ ഡിസിപ്ലിൻ കമ്മിറ്റിക്ക് അനുയോജ്യമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് ഉറപ്പ് നിന്നതുകൊണ്ടാണ് പിന്നെ നമ്മൾ. പക്ഷേ കുറേ നാളത്തേക്ക് പ്രശ്നം ഇല്ലായിരുന്നു. പിന്നെ ഈ പരീക്ഷയ്ക്ക് വെക്കുന്ന ലോഗ് ബുക്ക് നഷ്ടപ്പെട്ടതാണ് വീണ്ടും പ്രശ്നത്തിലേക്ക് വന്നത്. ആത്മഹത്യ ചെയ്യത്തക്ക വിഷയങ്ങളൊന്നും കുട്ടികൾക്കിടയിൽ ഇല്ലെന്നും അവർ ഉറ്റ സുഹൃത്തുക്കളായിരുന്നുവെന്നുമാണ് ക്ലാസ് ടീച്ചർ സമിത ഖാൻ പറഞ്ഞത്. ഈ കുട്ടി ചാടാൻ വേണ്ടിയുള്ള ഇഷ്യൂസ്, കാരണം ആ കുട്ടികൾ ഒതുങ്ങി പോവുകയാണ് മറ്റുള്ള കുട്ടികൾ. ആ കുട്ടിക്ക് ഒരു ഇഷ്യൂ, കാരണം ഈ കുട്ടി ആരോടും മിണ്ടാത്തൊരു കുട്ടി. അപ്പോൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്തേ കൊണ്ടുപോയിട്ടുള്ളൂ. ആദ്യം മുതലേ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് അങ്ങനെ ഒരു കുട്ടിയാണ് ക്ലാസ്. അമ്മുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. പത്തനംതിട്ട പോലീസ് കോളേജിലെത്തി അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തി. മരണം ആത്മഹത്യ തന്നെയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അമ്മുവിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. അമ്മുവിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ABVP പ്രവർത്തകർ കോളേജിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തി. ന്യൂസ് 18 പത്തനംതിട്ട.
മണിപ്പൂരിൽ സുരക്ഷാ സേനയും പ്രക്ഷോഭകാരികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായിരിക്കുകയാണ്. വ്യത്യസ്ത സംഭവങ്ങളിൽ 7 പേരാണ് കൊല്ലപ്പെട്ടത്. ക്രമസമാധാനത്തെക്കുറിച്ചുള്ള ആശങ്ക കൂടിയ സാഹചര്യത്തിൽ ഇംഫാൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റർനെറ്റ് ഷട്ട് ഡൌൺ ചെയ്തിട്ടുണ്ട്. സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്താൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. മനു, ഇന്നലെ രാത്രിക്ക് ശേഷം ഇന്ന് എന്തെല്ലാം സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ജനപ്രതിനിധികൾക്ക് പോലും ഇപ്പോൾ രക്ഷയില്ലാത്ത ഒരു സമയമാണല്ലോ. അവരുടെ വീടുകൾക്ക് നേരെ പോലും ആക്രമണം ഉണ്ടായിരിക്കുകയാണല്ലോ. യെസ്, ഇന്നലെ മുഖ്യമന്ത്രിയുടെ വീടിന് നേരെ തന്നെ ആക്രമണമുണ്ടായി. 6 പേരെയാണ് ഇന്നലെ തട്ടിക്കൊണ്ടുപോയത്. 3 സ്ത്രീകളും 3 കുട്ടികളും. ജിരിബാമിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ വെച്ചാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്. അവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ ഒരു പെൺകുട്ടിയുടെയും സ്ത്രീയുടെയും മൃതദേഹം പുഴയിൽ നിന്നാണ് ചാക്കിൽ കെട്ടിയ അവസ്ഥയിൽ കണ്ടെത്തിയത്. ഇത് ആരാണ് കൊലപാതകത്തിന് പിന്നിൽ എന്ന് വ്യക്തമായിട്ടില്ല. സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിലാണ് ഒരാൾ കൊല്ലപ്പെട്ടത്. അതേസമയം സാഹചര്യം വിലയിരുത്താൻ വേണ്ടി അമിത്ഷാ ഇന്ന് തൻ്റെ മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളെല്ലാം റദ്ദ് ചെയ്ത് അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അജിത് ദോവൽ ഈ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. IB ഡയറക്ടറോടും ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കാൻ അമിത്ഷാ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർശന നടപടി സ്വീകരിക്കാനുള്ളൊരു നിർദ്ദേശമാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഈ രാഷ്ട്രീയ നേതാക്കളുടെയും അതുപോലെ മന്ത്രിമാരുടെയും ഒക്കെ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യത്തിൽ സുരക്ഷാ സംവിധാനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ മണിപ്പൂരിലെ സാഹചര്യങ്ങൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. ഏതായാലും ഇംഫാൽ ഈസ്റ്റ്, വെസ്റ്റ് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം ഈ സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ അവിടെയെല്ലാം കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നു. 7 ജില്ലകളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇൻ്റർനെറ്റ് ഉപയോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം തുടരുന്നതിനാൽ ഈ കേസുകൾ NIAക്ക് കൈമാറാനുള്ളൊരു നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ കുക്കി ആയുധധാരികളും സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 10 പേർ മരിച്ച ഒരു സംഭവവും അതുപോലെ ഈ 6 പേരെ കാണാതായും കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള സംഭവത്തിലും NIA അന്വേഷിക്കണം എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. ശരി, മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്. മണിപ്പൂരിൽ സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. മംഗളൂരുവിൽ 3 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനികൾ റിസോർട്ടിലെ നീന്തൽക്കുളത്തിൽ മുങ്ങിമരിച്ച സംഭവത്തിൽ ഉടമയും മാനേജരും അറസ്റ്റിലായി. സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെയാണ് നീന്തൽക്കുളം പ്രവർത്തിപ്പിച്ചതെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഈ നടപടി. വിദ്യാർത്ഥിനികൾ അപകടത്തിൽപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. മംഗളൂരുവിൽ അവസാന വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനികളായ മൈസൂറിലെ MD നിഷിത, AS പാർവതി, N കീർത്തന എന്നിവരാണ് റിസോർട്ടിലെ നീന്തൽക്കുളത്തിൽ മുങ്ങിമരിച്ചത്. സംഭവത്തിൽ വാസ്കോ ബീച്ച് റിസോർട്ട് ഉടമ മനോഹർ, മാനേജർ ഭരത് എന്നിവരെയാണ് ഉള്ളാൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. റിസോർട്ടിന്റെ ട്രേഡ് ലൈസൻസും ടൂറിസം പെർമിറ്റും സസ്പെൻഡ് ചെയ്തു. റിസോർട്ട് അടച്ചുപൂട്ടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയാണ് നീന്തൽക്കുളം പ്രവർത്തിച്ചതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. വിദ്യാർത്ഥിനികൾ മുങ്ങിത്താഴുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ഞായറാഴ്ച രാവിലെ 10 മണിയോടെ നീന്തൽക്കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു 3 പേരും. ഒരാൾ കുളത്തിന്റെ 6 അടി താഴ്ചയുള്ള ഭാഗത്ത് അപകടത്തിൽപ്പെട്ടപ്പോൾ മറ്റു 2 പേർ രക്ഷിക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഇതിനിടയിലാണ് 3 പേരും അപകടത്തിൽപ്പെട്ടത്. മൂവർക്കും നീന്തൽ അറിയില്ലായിരുന്നു. ഐഫോൺ വസ്ത്രങ്ങൾക്കിടയിൽ സെറ്റ് ചെയ്ത് വെച്ച ശേഷമാണ് മൂവരും നീന്തൽക്കുളത്തിൽ ഇറങ്ങിയത്. വാരാന്ത്യാവധിക്ക് മംഗളൂരുവിലെത്തിയതായിരുന്നു വിദ്യാർത്ഥിനികൾ. ശനിയാഴ്ച പുലർച്ചെയാണ് ഇവർ റിസോർട്ടിൽ മുറിയെടുത്തത്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ന്യൂസ് 18 മംഗളൂരു.